ഇതിപ്പോൾ അവിയലല്ലേ? കാളനും മോളിനും ഒക്കെ റെഡിയാണല്ലോ അല്ലേ? നിങ്ങൾ വിചാരിക്കും ഞാൻ വലിയ പാചകക്കാരിയാണെന്ന്. പാചകം അത്യാവശ്യം എല്ലാം കുറേശ്ശെ എനിക്കുണ്ട്. പക്ഷേ ഇതിപ്പോൾ എൻ്റെ പാചകത്തിലേക്കല്ല ഞാൻ പോകുന്നത്. ഷെഫ് വെൽക്കം. അതെ, എന്തായി സെറ്റപ്പ് കഴിഞ്ഞിട്ട്? ഇതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണു. അത്ര ഈസിയാണോ കിച്ചണിലെ ഷെഫായിട്ടുള്ള ജോലി? അല്ല, ഞാൻ വല്ലപ്പോഴും കുറച്ച് ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളൂ. അതെ, അതും വെച്ച് കുറച്ച് സാധനങ്ങളൊക്കെ എനിക്ക് അറിയുള്ളൂ. ഓക്കെ, മീൻ കൂട്ടാൻ വെക്കും നല്ല അങ്ങനെയൊക്കെ. നമ്മളിപ്പോൾ സദ്യ എങ്ങനെയാണ്? കൊല്ലം സ്റ്റൈൽ സദ്യയാണോ അതോ? കൊല്ലം സ്റ്റൈൽ സദ്യ എല്ലാവർക്കും അത് കൊടുത്തു കഴിഞ്ഞാൽ, കാരണം മലബാറിലൊക്കെ പായസം കഴിഞ്ഞാൽ സദ്യ കഴിഞ്ഞു എന്നാണ് അർത്ഥം. നമ്മുടെ പായസം കഴിഞ്ഞാൽ സദ്യ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. പിന്നെയാണ് കാണാൻ അല്ല, ആദ്യം പരിപ്പും നെയ്യും പപ്പടം കൂട്ടി കഴിക്കുക, സെക്കൻഡ് കോഴ്സ് സാമ്പാറും ചോറും കൂട്ടി കഴിക്കുക, പിന്നെ അടപ്രഥമൻ, പിന്നീട് പാലടപ്രഥമൻ, അങ്ങനെ മൂന്നാമത്തെ പഴം പ്രഥമൻ വന്നതിന് ശേഷം പിന്നീട് ചോറും പുളിശ്ശേരിയും, പിന്നീട് ചോറും രസവും, അത് കഴിഞ്ഞിട്ട് പച്ചമോരും നാരങ്ങയും കൂട്ടി കഴിച്ച് തീർക്കുന്നതാണ് സദ്യ. ഈ പരിപ്പിൽ തന്നെ പലയിടത്തും വ്യത്യാസം ഉണ്ടല്ലോ. ഞങ്ങൾ തൃശ്ശൂർ ഭാഗത്ത് അല്ലെങ്കിൽ മലപ്പുറം ഭാഗത്തേക്കൊക്കെ ആണെങ്കിലും പരിപ്പ് ഒരിത്തിരി പരിപ്പും നെയ്യും അതിലാ തുടങ്ങാം. പക്ഷേ തിരുവനന്തപുരം തെക്കോട്ട് ഭാഗത്തേക്ക് പോകുമ്പോഴും പരിപ്പ് കറിയാണ് അല്ലേ? അങ്ങനെയാണ് തുടങ്ങുന്നത്. അതായത് പരിപ്പ് മലബാർ തൃശ്ശൂർ തൊട്ട് അങ്ങോട്ട് അതൊരു തൊടുകറിയായിട്ടാണ്, ഇലയിൽ വിളമ്പാണ്. നമുക്ക് അങ്ങനെയല്ല, ചോറിനകത്ത് ഫസ്റ്റ് കോഴ്സാണ്. ചോറിനകത്ത് ആളിരുന്നതിന് ശേഷം ചൂട് പരിപ്പ് നെയ്യും പപ്പടവും കൂട്ടി 4 ഉരുള കഴിക്കുന്നതാണ് നിർബന്ധം. ആ 4 ഉരുള കഴിച്ച് ബാക്കി വരുന്ന ചോറിന് സാമ്പാർ കഴിച്ചിട്ട് അത് മാറ്റി വെച്ചിട്ട് അടപ്രഥമനും പഴവും പപ്പടവും കൂട്ടി കഴിച്ച് പിന്നീട് പാലടപ്രഥമനും കോളിയും കൂടെ ഉടച്ച് പിന്നീട് പരിപ്പ് പായസം കൂടെ കുടിച്ചിട്ട് ചോറും കാളനും ചോറും പുളിച്ച് രസവും. അതെ 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 അതെ, ഹെവിയാണ്. ഓണമായിട്ട് തീർച്ചയായിട്ടും മലയാളികൾക്ക് സദ്യ എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ഇലയ്ക്കകത്ത് ഇത്രയും വിഭവങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള സദ്യയുടെ വരും നമുക്ക് പോവാം. ഇപ്പം സദ്യക്കായിരിക്കുമല്ലോ കൂടുതൽ ഡിമാൻഡ് അല്ലേ ഓണായതുകൊണ്ട്? ഇപ്പോൾ ഇവിടെ വെജിറ്റേറിയൻ ഭക്ഷണമാണ്, തൃശ്ശൂർ വരെയും വെജിറ്റേറിയൻ ഭക്ഷണം. അങ്ങോട്ട് കോഴിക്കോട് നിന്ന് അങ്ങോട്ട് പോകുമ്പോഴേക്കും മീൻ വേണം, ചിക്കൻ വേണം, ഇലയിലെല്ലാം കൊണ്ടുവയ്ക്കും. അപ്പൊ നിങ്ങളുടെ സദ്യ സങ്കല്പത്തിൽ അത് വരുന്നുണ്ടോ? നമ്മുടെ സദ്യ സങ്കല്പത്തിലുണ്ട്. കാരണം അത് ഓരോ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഓരോ നാടിന്റെ രുചിയാണ്. ഓരോ നാട്ടിനും അതിൻ്റെതായ ലോക്കലായിട്ടുള്ള ഇൻഫ്ലുവൻസ് വെച്ചിട്ടാണ് സദ്യയൊക്കെ വരിക. അപ്പൊ അതിനകത്ത് മീൻ മലബാറിലേക്ക് പോയാൽ ഒരു ഐക്കൂറ പൊരിച്ചത് അവർക്ക് നിർബന്ധമാണ്, ഓണമായാലും വിഷുവായാലും. അത് നമ്മൾ അംഗീകരിക്കണം. തെക്കോട്ട് പോയി കഴിഞ്ഞാൽ അന്ന് മീൻ എന്ന് പറഞ്ഞാൽ അവർക്ക് ഇത് വലിയ സംഭവമാണ്. അപ്പൊ ഓരോ ആൾക്കാർ എവിടെ ജനിച്ചു വളർന്നു അവരുടെ രീതിക്ക് അനുസരിച്ചിട്ട് നമ്മൾ ഭക്ഷണം കൊടുക്കാന്നുള്ളതാണ്. അപ്പൊ അതിനെ റെസ്പെക്ട് ചെയ്യുക, അതാണ് സാർ. ഹാപ്പി ഓണം സാർ, സന്തോഷം. ശ്രീ വി.ഡി. സതീശന് രാഷ്ട്രീയ ചോദ്യങ്ങളും രാഷ്ട്രീയ ഉത്തരങ്ങളും ഒന്നും പറയേണ്ടി വരില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ പല രഹസ്യങ്ങളും ഭക്ഷണവുമായി ബന്ധപ്പെട്ട രഹസ്യങ്ങളും ഞാനിവിടെ പുറത്തു വിടും. എനിക്കും കുറച്ചറിയാം. ഞങ്ങളുടെ നാട് മത്സ്യമായിട്ട് അടുത്ത് നിൽക്കുന്ന സ്ഥലമാണ്, അതുകൊണ്ട് മീൻ പ്രധാനമാണെന്ന് തോന്നുന്നു അല്ലേ? ഞാൻ കേട്ടിട്ടുള്ള ഒരുവിധം എല്ലാ രാഷ്ട്രീയ നേതാക്കൾക്കും ഫിഷ് ഭയങ്കര ഇഷ്ടമാണ്. അത് വി.എസിൻ്റെ കാര്യത്തിൽ കേട്ടിട്ടുണ്ട്, നായനാരുടെ കാര്യത്തിൽ കേട്ടിട്ടുണ്ട്. പിണറായി വിജയനും വി.ഡി. സതീശനും ഒരുപക്ഷെ ഐക്യപ്പെടാവുന്ന ഒരു സ്ഥലം അതായിരിക്കും. ഫിഷിലുള്ള താല്പര്യമായിരിക്കും. ഞങ്ങളൊക്കെ ഫിഷിൻ്റെ ആളുകളാണ്. പ്രത്യേകിച്ച് പറവൂരിലെ ഫിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കടലും കായലും തമ്മിൽ സന്ധിക്കുന്ന സ്ഥലമാണ് ഏറ്റവും നല്ല ടേസ്റ്റി ആയിട്ടുള്ള മത്സ്യം കിട്ടുന്ന സ്ഥലം. അപ്പോൾ പറവൂർ അതുണ്ട്. അപ്പോൾ ശരിക്കും ഈ തിരുത, കാളാഞ്ചി, ചെമ്പല്ലി, വാള തുടങ്ങിയ മീനുകൾ. പിന്നെ പറവൂരിലെ കരിമീൻ ഏറ്റവും നല്ല കരിമീനാണ്. പിന്നെ അത് കഴിഞ്ഞാൽ അതേപോലെ കരിമീൻ കിട്ടുന്ന സ്ഥലം അഷ്ടമുടി കായൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ അഷ്ടമുടി കായലിലാണ് നല്ല. മറ്റതൊക്കെ ഈ കുമരകമൊക്കെ നല്ലതാണെങ്കിലും ചെറിയ ചൊവ്വയും ചെളിയുടെ ചൊവ്വയൊക്കെ ഉണ്ട്. ഇത് പക്കയാണ്. ഇത് ഇത്രയും സാധനങ്ങൾ പെർഫെക്റ്റാണ്. പിന്നെ അവിടെ നല്ല ഡക്ക് കിട്ടും ചില സ്ഥലങ്ങളിൽ. അപ്പോൾ ഇതെല്ലാം പ്രധാനപ്പെട്ട. അപ്പോൾ മത്സ്യത്തിൻ്റെ ഇത്. അപ്പോൾ എനിക്കാണെങ്കിൽ ഈ പല ഏരിയയിൽ ഭക്ഷണം കുക്ക് ചെയ്യുന്ന പല രീതിയിലാണ്, പല കമ്മ്യൂണിറ്റി ഭക്ഷണം കുക്ക് ചെയ്യുന്നത് പല രീതിയിലാണ്. അപ്പോൾ എല്ലാവരും ഉള്ളതുകൊണ്ട് എനിക്ക് കുക്ക് ചെയ്ത ഭക്ഷണവും കിട്ടും, കുക്ക് ചെയ്യാതെ റോ ആയിട്ട് കിട്ടും. പക്ഷേ ഉള്ള പ്രശ്നം ഈ മീൻ കഴിച്ചിട്ട് നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ പുറത്ത് പല സ്ഥലത്തും കിട്ടുന്ന മീൻ നമുക്ക് ഇഷ്ടപ്പെടില്ല. തിരുവനന്തപുരത്തൊക്കെ ഞാൻ ആ ഒരു പ്രതിസന്ധി നേരിടുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഇവിടുന്ന് കൊണ്ടുപോകും. സാറിന് അപ്പം പല സ്ഥലങ്ങളിൽ റെസ്റ്റോറൻറ്റ്സ് ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം അങ്ങനെ വരുമോ? തീർച്ചയായിട്ടും. ഈ പറഞ്ഞ പോലെ ഈ മീൻ വളരെ സുലഭമായിട്ട് കിട്ടുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞു, കായലും കടലും കൂടെ ചേരുമ്പോൾ ഉണ്ടാകുന്ന രുചി, അതൊക്കെയാണ് ശ്രീലങ്കയിലൊക്കെ ഉള്ള അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അവിടുത്തെ മത്സ്യങ്ങൾക്ക് ഒരു പ്രത്യേക രുചി തന്നെയാണ്. ഉപ്പുവെള്ളവും മറ്റേ കടൽ വെള്ളത്തും കൂടെ ചേരുന്ന സ്ഥലത്ത് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ കാളാഞ്ചി, തിരുതയുടെയൊക്കെ വൺ ഓഫ് ദ ബെസ്റ്റാണ് ഈ പറവൂർ എന്ന് പറഞ്ഞ റീജിയനിൽ. അപ്പോൾ ഈ അവിടുന്നൊക്കെ ഫ്രഷ് ഫിഷ് കഴിച്ച് വീട്ടിൽ അമ്മയോ അല്ലെങ്കിൽ വൈഫൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന മീൻകറിയൊക്കെ കഴിച്ചിട്ട് ഇവരെവിടെ പോയാലും ആ
ബെഞ്ച് മാർക്ക് നമുക്ക് തൊടാൻ പറ്റില്ല. കാരണം ആ ഒരു എക്സ്പെക്റ്റേഷൻ ആണ്. അപ്പോൾ ആ മീനിൻ്റെ ഫ്രഷ്നെസ്സിൻ്റെ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി വർഷങ്ങളായിട്ട് കഴിച്ച രുചി അറിയാം. ഒരു ദിവസം ഫ്രിഡ്ജ് വെച്ച മത്സ്യം പോലും ഇവർക്ക് തിരിച്ചറിയാൻ പറ്റും. അതുകൊണ്ട് ആ ഒരു ചലഞ്ച് ഇപ്പോൾ ട്രിവാൻഡ്രത്തും ഒരുപക്ഷെ വിഴിഞ്ഞത്ത് മുതൽ കോവളത്ത് മുതൽ ഒരുപാട് മത്സ്യം, അല്ലെങ്കിൽ കന്യാകുമാരി മുതലൊക്കെ മത്സ്യം വരുന്ന സ്ഥലമാണ്. അവിടെ പോലും ഈ വേറൊരു സ്ഥലത്ത് എത്തുമ്പോൾ ഒരു ദിവസം പഴകിയ മത്സ്യം ഇവർക്ക് കിട്ടിയാൽ ഇവർക്കത് അക്സെപ്റ്റ് ചെയ്യാനേ പറ്റില്ല എന്നുള്ള യാഥാർത്ഥ്യം. ആ ഫ്രഷ്നെസ് ഇന്ന് പിടിച്ച മീൻ വിത്തിൻ ഒരു 3-4 അവേഴ്സ് കൊണ്ട് മീനിൻ്റെ ഒരു നമ്മൾ പറയുന്നത് നൊന്തു എന്നാണ് പറയുക. ആ നോവ് തട്ടാത്ത മീനെന്നാണ് പറയുക. ചീഞ്ഞെന്നല്ല, ചീഞ്ഞൊക്കെ വേറെ ഭയങ്കര ദൂരം. ചീയുക എന്ന് പറയുന്നത് വലിയൊരു സംഭവമാണ്. അതിന് മുമ്പ് നോവുക എന്ന് പറയും. മീനൊന്ന് നോവുന്നതിന് മുമ്പ് കഴിച്ച ആൾക്കാരാണ് ഇവരൊക്കെ. അല്ല, അത് 100% കറക്റ്റാണ്. നമുക്ക് അത് തൊട്ട് നോക്കണ്ട, രുചിച്ച് നോക്കണ്ട. എത്ര ഭംഗിയായിട്ട് ഭയങ്കര അലങ്ക ഉണ്ടാവുമല്ലോ, പ്രിപ്പയർ ചെയ്ത് മുമ്പിൽ കൊണ്ടുവച്ചാലും മിനിമം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിനൊരു പഴമയുണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ മനസ്സിലാവും, തിരിച്ചറിയും. ഞാൻ പിന്നെ ചോദിക്കുന്നത്, ഈ രാഷ്ട്രീയ നേതാക്കൾക്ക് ഇപ്പോൾ യാത്രയാണ്, നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ സമയം വൈകും, അപ്പോൾ സമയത്തിന് ഭക്ഷണം അത് നടക്കില്ല. ഞാൻ ചെയ്യുന്നത് രാവിലെ നന്നായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് നന്നായിട്ട് കഴിക്കും. കാരണം പിന്നെ എപ്പോൾ കിട്ടുമെന്ന് യാതൊരു ഉറപ്പുമില്ല. 3 നേരം ദോശ കിട്ടിയ ദോശ കഴിക്കുന്ന ഞാൻ ദോശയുടെ ഒരു മെയിൻ ആളാണ്. ദോശ ഭയങ്കരമായിട്ടുള്ള ഇഷ്ടമുള്ള ആളാണ് ഞാൻ. സത്യത്തിൽ ഞാൻ നല്ല ഭക്ഷണപ്രിയനാണ്. നല്ല ഭക്ഷണം അന്വേഷിച്ച് കണ്ടുപിടിച്ച് കഴിക്കുന്ന ആളാണ്. പക്ഷെ ഭക്ഷണത്തിന് ഞാനൊരു 10-20 വർഷമായിട്ട് ഭക്ഷണത്തിൻ്റെ ക്വാണ്ടിറ്റി, ചിലപ്പോൾ ഈ റെസ്റ്റോറൻ്റൊക്കെ നടത്തുന്നവർക്ക് ഇഷ്ടപ്പെടില്ല, ക്വാണ്ടിറ്റി ഭയങ്കരമായിട്ട് ഞാൻ കുറച്ചു. അതായത് ഞാൻ പകുതി വയറിലെ ഭക്ഷണം കഴിക്കും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണമാണെങ്കിൽ പോലും, ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണമാണെങ്കിലും പോലും അത്രയും കൂടി എനിക്ക് കഴിക്കാൻ പറ്റുമ്പോൾ ഞാൻ നിർത്തും. അത് കാരണം എൻ്റെ ജോലിയുടെ പ്രത്യേകത കൊണ്ടാണ്. നിരന്തരമായ യാത്ര, ഉറക്കമില്ലായ്മ. അപ്പോൾ ഭക്ഷണം കഴിക്കണം, പക്ഷേ അത് ഓവറായിട്ട് ഭക്ഷണം നമ്മൾ കഴിക്കരുത്. പക്ഷേ നമുക്ക് വേണമെങ്കിൽ യാത്രയൊക്കെ പോകുമ്പോൾ വല്ല ലക്ഷ ട്രിപ്പോ അങ്ങനെയൊക്കെ വല്ല സമയത്തൊക്കെ പോകുന്ന സമയത്തൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടിയൊക്കെ കൂടുതൽ കഴിക്കാമെന്നല്ലാതെ ജനറലി ഇത് ഞാനതുകൊണ്ട് ഒരു 20 വർഷമായിട്ട് ഒരേ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളാണ്. അത് ഇപ്പോൾ 73 കിലോ. അതാണ് 73, 74. ഇതിൻ്റെ അപ്പുറത്തോട്ട് പോയില്ല. കോവിഡ് വന്നപ്പോഴാണ് താഴോട്ട് പോയുള്ളൂ. അല്ലാതെ ഇത് ഒരേപോലെ 1 കിലോ അപ്പുറത്തല്ലാതെ മെയിൻറ്റെയിൻ ചെയ്യും. അപ്പോൾ അത് ഭക്ഷണത്തിൻ്റെ ഒരു കൺട്രോൾ ഉള്ളതുകൊണ്ടാണ്. പക്ഷേ നല്ല ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഇതുണ്ട്. ലോകത്ത് എവിടെ പോയാലും അല്ല, അത് പ്രത്യേകിച്ച് മലബാറിൽ പോകാന്ന് പറയുന്ന വെല്ലുവിളിയാണ്. മലബാറിൽ വെല്ലുവിളിയാണ്. പണ്ട് CH മുഹമ്മദ് കോയ പറഞ്ഞിട്ടുണ്ട്, ലീഗുകാരനാകണമെങ്കിൽ സഹനശക്തി മാത്രം പോരാ, ദഹനശക്തി കൂടി വേണം. കാരണം പ്രത്യേകിച്ച് മലബാറിലെ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ ഭയങ്കര സൽക്കാരപ്രിയര. സാറേ നിർബന്ധമായിട്ട് പറയും ഒരു കാപ്പി കുടിച്ചിട്ട് പോകുന്നത്. അപ്പം നമ്മൾ നിർബന്ധിച്ച് കയറുമ്പോൾ അല്ലല്ല, ഭയങ്കര സ്പ്രെഡായിരിക്കും. ഒരു 50 ഐറ്റം ഉണ്ടാവും. അത് വെല്ലുവിളിയാണ്. മലബാറിലെ പലഹാരങ്ങൾ അവർ ഉണ്ടാക്കുന്നതിൻ്റെ സ്പീഡും സംവിധാനം, പിന്നെ നമ്മൾ കഴിച്ചാൽ അവർക്ക് കിട്ടുന്ന ഒരു തൃപ്തി എന്ന് പറയുന്നത്, നമ്മൾ കഴിക്കാതെ പോകുമ്പോഴുള്ള മുഖത്തെ വിഷമമൊക്കെ വലിയ പ്രശ്നമാണ് മലബാറിൽ പോകുമ്പോൾ. ഞാൻ പലപ്പോഴും പറയും വീടുകളിൽ പോകാതിരിക്കുക. കാരണം നമ്മൾ ചെന്ന് നമ്മൾ കുറച്ചേ കഴിക്കുള്ളൂ, അവർക്ക് ടെൻഷനാവുമെന്ന് പറയും. അപ്പോൾ കേരളത്തിൻ്റെ ഒരു പ്രത്യേകത അതാണ്. എനിക്ക് തോന്നുന്നത് അത് അദ്ദേഹം നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട്. കേരളത്തിൽ ഓരോ പ്രദേശത്തിന് ഈ ഭക്ഷണം ഉണ്ടാക്കുന്നതിന് ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളുണ്ട്. പിന്നെ കമ്മ്യൂണിറ്റികൾക്ക് പ്രത്യേകതയുണ്ട്, ഓരോ കമ്മ്യൂണിറ്റി. ഇപ്പം ഞാൻ എപ്പോഴും പറയും, ഈ നോർത്ത് മലബാറിൽ ചെല്ലുമ്പോൾ ഭയങ്കര വെജിറ്റേറിയൻ ഫുഡാണ്. കണ്ണൂർ, തലശ്ശേരി വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ കൊച്ചിയിലെ മുഴുവൻ റെസ്റ്റോറൻറ്റ് തലശ്ശേരിക്കാരാണ് കൺട്രോൾ ചെയ്യുന്നത്. തലശ്ശേരിക്കാരാണ് ലോകം മുഴുവൻ ചെയ്യണം. അവർ ബേക്കറി ഐറ്റത്തിലും റെസ്റ്റോറൻറ്റിലും ഇതാണ്. തലശ്ശേരിയിലെ ഭക്ഷണം, തലശ്ശേരിയിലെ ബിരിയാണി. കോഴിക്കോട് വരുമ്പോൾ കോഴിക്കോട് കൊച്ചിയിലെ പോലെ തന്നെ ഒരുപാട്, ഒരു മിനി ദുബായിയാണ് കോഴിക്കോട്. ഒരുപാട് അവന്യൂസ് ഉണ്ട്, ഫുഡ് ജോയിൻ്റാണ്, പലതിൻ്റെ നല്ല സ്പോട്ടുകളാണ്. നല്ല നല്ല രീതിയിലുള്ള വെറൈറ്റി ആയിട്ടുള്ള നല്ല രീതിയിലുള്ള ഭക്ഷണം കിട്ടുന്ന സ്ഥലമാണ്. തൃശ്ശൂർ വരുമ്പോൾ തൃശ്ശൂർ റോമൻ കാത്തലിക്സിൻ്റെ ഒരു സ്ഥലമാണ്. അവിടുത്തെ ചില പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പോർക്കും കൂർക്കയും കൂടി ഉണ്ടാക്കും, കോഴിയും കുമ്പളങ്ങയും കൂടി ഉണ്ടാക്കും. അത് വേറെ ഒരു സ്ഥലത്ത്. അതായത് തൃശ്ശൂർ മുതൽ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അങ്കമാലി അല്ലെങ്കിൽ കാലടി, അവിടെ ഒരു ഫുഡ് ബെൽറ്റാണ്. ഇദ്ദേഹം പറഞ്ഞ പോലെ ആ ഒരു കൾച്ചർ ക്രിസ്ത്യൻ ആയാലും ആ ഒരു ഈവൻ അവിടെ എല്ലാ ചെറിയ വ്യത്യാസം വരിക. ഇത് ചെറിയ വ്യത്യാസം വരിക. കമ്മ്യൂണിറ്റി RCയുടെ ഇതാണ്. RCയുടെ ആ ചെയിൻ അങ്കമാലിയിൽ വരുമ്പോൾ അത് പോർക്കാണ് പ്രയോറിറ്റി ഫസ്റ്റ്. അങ്കമാലി മാങ്ങാക്കറി. പിന്നെ വിവാഹത്തിൻ്റെ തലേദിവസം കുടൽ കറി ഉണ്ടാക്കും ലത്തീൻ കത്തോലിക്കരുടെ. അത് കുടൽക്കറി വളരെ പ്രസിദ്ധമാണ്. അത്
അത് സാധാരണ എല്ലാ മീറ്റിന്റെ എല്ലാ മീറ്റിന്റെ ബീഫിന്റെ ബോട്ടി എന്നൊക്കെ പറയുന്നത് ബോട്ടിക്കറി എന്നാണ് പറയുന്നത്. അത് തലേ ദിവസം ഒരു വലിയ ചടങ്ങാണ്. തലേ ദിവസം ഉച്ച തൊട്ട് സ്ത്രീകൾ ഇത് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം, ഇല്ലെങ്കിൽ വയറിനൊക്കെ പ്രശ്നം ഉണ്ടാകുന്ന സാധനം. അപ്പോൾ അത് സ്ത്രീകൾ സൂക്ഷ്മതയോടുകൂടി നമ്മൾ ആ തലേ ദിവസം കല്യാണത്തിൻ്റെ തലേ ദിവസം ആ പുറകെ കൂടി ഇങ്ങനെ കറങ്ങിയാൽ മതി. അപ്പോൾ ഇത് കാണാൻ പറ്റും. അത് നന്നായിട്ട് വൃത്തിയാക്കി നല്ല ഇതാക്കിയിട്ട് തലേ ദിവസമാണ് അത്. കല്യാണത്തിൻ്റെ അന്നല്ല അത് വിളമ്പുന്നത്, കല്യാണത്തിൻ്റെ തലേ ദിവസമാണ് പൊടിക്കറി. അങ്ങനെ ഓരോ കമ്മ്യൂണിറ്റിക്ക്. ഇപ്പം നേരത്തെ സ്മൃതി മാങ്ങാക്കറിയെക്കുറിച്ച് പറഞ്ഞു. മാങ്ങാക്കറിയാണെങ്കിൽ അതിൽ മീനിടും, പക്ഷെ മീൻ കാണില്ല. ചിലപ്പോൾ അതിൽ ചിലപ്പോൾ മുള്ളു മാത്രമേ കിട്ടുള്ളൂ. അതായത് ചിലപ്പോൾ 500 പേർക്ക് കറി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 5 കിലോ മീനേ ഇടുള്ളൂ. അത് യാക്കോബൈറ്റ്സിൻ്റെ മീൻകറിയും കാത്തലിക്സിൻ്റെ മീൻകറിയും തമ്മിൽ വ്യത്യാസമുണ്ട്. മാങ്ങാക്കറിയിൽ ഞാൻ പുസ്തകം എഴുതാൻ വേണ്ടിയിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞ ഫുഡ് നോളജ് ഇല്ലേ, ഈ പറഞ്ഞ പോലെ ഇപ്പോൾ അവിടെ വന്ന് എത്തി ഇദ്ദേഹം ചങ്ങനാശ്ശേരി വരെ ഉള്ളൂ, പാല വരെ എത്തിയുള്ളൂ. പാല കഴിഞ്ഞ് പിന്നെ ഈ പറഞ്ഞ ഈ കൊച്ചിയിലെ കുടൽക്കറി എന്ന് പറഞ്ഞാൽ അവിടെ ആകുമ്പോൾ എല്ലും കപ്പയായിട്ട് മാറും. ഈ കല്യാണത്തിന് ഇടുക്കി ഭാഗത്ത് ഇപ്പൊ ഈ പറഞ്ഞ ഈ കോട്ടയം എന്ന് പറഞ്ഞൊരു റീജിയൻ ഉണ്ട്. അവിടെ ഈ കോടിമാത അങ്ങനെയൊക്കെയുള്ള സ്ഥലത്തെ ഒരു ക്വിസിനല്ല തിരുവല്ലയിലോട്ട് മാറി വരും. അതേപോലെ കൊച്ചി എന്ന് പറഞ്ഞാൽ വലിയ എറണാകുളം ജില്ലയിൽ ഇപ്പോൾ പോർച്ചുഗീസ് മുതൽ ജൂയിഷ് മുതൽ ഇൻഫ്ലുവൻസ് ഉള്ള ഫോർട്ട് കൊച്ചിയിലെ ക്വിസിൻ മാറി ഈ പറഞ്ഞ അങ്കമാലി ഇതെല്ലാം എറണാകുളം ജില്ലയെന്ന് പറയാം. അരൂർ ഭാഗത്ത് ആലപ്പുഴയുടെ ഒരു ചുവയുള്ള ഒരു ഭക്ഷണം. അത് അങ്ങനെ ഭക്ഷണം അരൂര് ചേർത്തല സൈഡിൽ വേറെ ഒരു ഇതാണ്. അരൂര് ചേർത്തല സൈഡിൽ കിട്ടുന്ന നല്ല ഫിഷ് കിട്ടുന്ന സ്ഥലമാണ്. അപ്പോൾ ഫിഷിൻ്റെ പ്രിപ്പറേഷൻസ് വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ആലപ്പുഴയുടെയും കൂടി ഒരു ഇത് വരും. ആലപ്പുഴയുടെ ഇത് വരും. കൊല്ലം പോയി കഴിയുമ്പോഴേക്കും പിന്നെ ഈ ബീച്ച് സൈഡിലുള്ള ഭക്ഷണത്തിൻ്റെ രീതി വേറെയാണ്. കാസർഗോഡ് ഞാൻ പറഞ്ഞു, നോർത്ത് മലബാർ ഞാൻ വെജിറ്റേറിയൻ എടുത്തു പറഞ്ഞു. പിന്നെ ഈ മലബാറിലെ മുസ്ലിം ഫുഡ് നമ്മൾ എന്തായാലും എടുത്തു പറയണേ. അവിടുത്തെ ഈ മലബാർ മുസ്ലിം ഫുഡ് എന്ന് വെച്ചാൽ ഓരോ വീടിനും ഓരോ രുചിയാണ്. നമ്മൾക്ക് പറയുമ്പോൾ ഒരു ജില്ലയ്ക്ക് ഇപ്പോൾ പറഞ്ഞില്ലേ, അവിടെ ഒരു കമ്മ്യൂണിറ്റി എന്ന് വെച്ചാൽ 20-30 പേരൊക്കെ ഉള്ള ഒരു മെമ്പേഴ്സ്, അവരുടെയൊക്കെ റെസിപ്പീസ് ആ കുടുംബങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. അവിടെ ചെല്ലുമ്പം മീൻ തന്നെ പല തരത്തിൽ കുടുംബങ്ങൾക്ക്, ഒരു കുടുംബത്തിന്റെ റെസിപ്പി വേറെ കുടുംബത്തിന് അറിയില്ല. അത്രയും ഭയങ്കര അവരുടെ സ്പെഷ്യാലിറ്റി, നമുക്ക് പല വീടുകളിലും അറിയാം, പല വീടുകളിലെയും സ്പെഷ്യാലിറ്റി അറിയാം. ഇപ്പം തീരപ്രദേശത്തെ ഭക്ഷണം ഉണ്ടാക്കുന്നതിന് ഇതുണ്ട്. പണ്ട് നമ്മൾ ഈ സാധനങ്ങൾ കൊണ്ടുവരുന്ന ലോറിയിലൊന്നും അല്ലല്ലോ, ഈ കെട്ടുവള്ളത്തിലാണ്. കെട്ടുവള്ളത്തിലെ ഭക്ഷണം ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ കഴിച്ചിട്ടുണ്ട്, വലുതായതിനു ശേഷം അധികം കഴിച്ചില്ല. കെട്ടുവള്ളത്തിലെ ഭക്ഷണം ഭയങ്കരമാണ്. കാരണം ഈ ഒരു രാത്രി മുഴുവൻ യാത്ര ചെയ്ത്, ഒരു പകൽ മുഴുവൻ യാത്ര ചെയ്ത് പോകും. അതിൻ്റെ അകത്ത് തന്നെ അരകല്ലൊക്കെ ഉണ്ടാവും. അവരവിടെ നിന്ന് മീൻ പിടിച്ചിട്ട് അതിൻ്റെ അരപ്പൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ഈ മാരിനേറ്റ് ചെയ്യുന്നതൊക്കെ കാണണം, മീനൊക്കെ പിടിച്ച് ചെയ്യണം. ഇനി ഞാൻ കടലിൽ പോവായിരുന്നു, ഫിഷിംഗ് ബോട്ടിൽ കടലിൽ പോകുമ്പോൾ ഫിഷിംഗ് ബോട്ടിൽ ഫിഷ് പിടിച്ച് കഴിഞ്ഞിട്ട് അവരുണ്ടാക്കുന്ന ഒരു ബോട്ട് കറി എന്നാണ്. ബോട്ട് കറി മീൻ ഫ്രഷ് ആയിട്ട് പിടിക്കുന്നത് തേങ്ങയില്ല. അത് വൺ ഓഫ് ലൈഫിൽ ഒരു ഫുഡ് ഭക്ഷണ പ്രേമിയാണെങ്കിൽ എപ്പോഴെങ്കിലും നിങ്ങൾ നീണ്ടകരയെന്നോ പറവൂരെന്നോ അല്ലെങ്കിൽ ചെറായിന്നോ പോയിട്ട് ഈ ബോട്ടുകാരുടെ കൂടെ ഇരുന്ന് ഫ്രഷ് മീൻ കണ്ടിച്ച് കഴുകി ഒരു കറി വെച്ചിട്ട്, അന്ന് മണ്ണെണ്ണയുടെ അടുപ്പിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ അടുപ്പിൽ വെച്ച് കത്തിച്ച് ലിമിറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ കൊണ്ടുപോയിട്ട് ഉണ്ടാക്കിയിട്ട് ചൂടോടെ കിട്ടിയിട്ട് ഈ ജീവനുള്ള മീനെ വെട്ടി കണ്ടിച്ചിട്ടുള്ള ആ ഫ്രഷ്നെസ് നമുക്ക് ഒരിക്കലും നാട്ടിൽ ഉണ്ടാക്കുന്നതിന്റെ സ്പീഡോ, അവരുടെ ഒരു എക്സ്പെർട്ടൈസ് എന്ന് പറഞ്ഞാൽ ഈ ഫിഷിൻ്റെ രുചി മാറുന്നത്, ഇന്നിപ്പോൾ പിടിച്ച മീൻ 1 മണിക്കൂർ കഴിയുമ്പോൾ അതിൻ്റെ രുചി മാറും, 2 മണിക്കൂർ കഴിഞ്ഞാൽ വേറെ രുചിയാണ്. ഒരു ദിവസം ഐസ് വെച്ചാൽ മാറുന്ന പോലെ അവിടെ വെച്ച് കട്ട് ചെയ്ത് ആ അരപ്പിനകത്ത് തിളച്ച് പിന്നെ അത് തണുക്കാനൊന്നും നേരമില്ല. ആ പുളിക്കും ഇതിനും ആ കടലിൻ്റെ ആ ഒരു സമയത്തിരുന്ന് കഴിക്കുന്നത് അതൊക്കെ അറിഞ്ഞ ഒരാളാണ്. ഒരു അസാമാന്യമായ അനുഭവമാണ്, അസാമാന്യമായ. അതുപോലെ കെട്ടുവള്ളത്തിലെ സംഭവം മീൻ അവരുണ്ടാക്കുന്നത് ആ കെട്ടുവള്ളത്തിലുണ്ടാവും അരകല്ലൊക്കെ. ഇപ്പോൾ കെട്ടുവള്ളങ്ങൾ കാണാറില്ല. ഇപ്പോൾ നമ്മൾ പണ്ട് സാധനങ്ങളൊക്കെ ഈ ചന്തയിൽ നിന്നും മാർക്കറ്റിലേക്കൊക്കെ പോയിരുന്നത് ഈ കെട്ടുവള്ളം ഇത് കുത്തിയാണ്. അപ്പോൾ അവരുടെ ഒരു ലൈഫും അവർ ഭക്ഷണം ഉണ്ടാക്കുന്നതും ഒക്കെ രീതിയാണ്. അങ്ങനെ കേരളത്തിൽ സത്യം നമ്മളിപ്പോൾ പറയല്ലേ, ഭക്ഷണം എന്ന് പറഞ്ഞാൽ കൾച്ചറാണ്, നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. കേരളത്തിൽ ഇത്രയും ഒരു ചെറിയ സ്ഥലത്ത് ഇത്രമാത്രം വെറൈറ്റിയുള്ള ഭക്ഷണ രീതികൾ എനിക്ക് തോന്നുന്നില്ല വേറെ സ്ഥലത്തും പല സ്ഥലത്തും കാണും. ഉദാഹരണം, നമ്മൾ ഒരു പ്രഭാത ഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റ് മാത്രം നോക്കിയാൽ ലോകത്തെമ്പാട് നമ്മൾ പോയി കഴിഞ്ഞാൽ അവർക്കെല്ലാം കോമൺ ആയിട്ട് ഒരൊറ്റ അരിയുള്ളൂ. ഒരു ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ്, ഒരു യൂറോപ്പിലൊക്കെ ഉള്ളതാണ് ബേക്ക് ബീൻസ്, ഒരു ഓംലെറ്റ്, ബ്രെഡ്, ബട്ടർ, സോസേജ്. നോർത്ത് ഇന്ത്യയിലേക്ക് പോകും, പലതരം പൊറോട്ട സ്റ്റഫ് ചെയ്യും, ഇങ്ങനെയുണ്ട്.
അരിയുടെ പലഹാരങ്ങൾ കേരളത്തിൽ തുടർച്ചയായിട്ട് ഉണ്ടാക്കിയാൽ 45 ദിവസം വ്യത്യസ്തമായ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് കഴിയും. ഇന്ന് കഴിച്ചിട്ട് നിങ്ങൾ അടുത്ത് റിപ്പീറ്റ് വരണമെങ്കിൽ മിനിമം ഒരു 60ാമത്തെ ദിവസമേ ഉള്ളൂ. ഇതിപ്പോൾ പുട്ട് മാത്രം ഒരു കോമ്പിനേഷൻ, പുട്ടിൻ്റെ കടലക്കിഴങ്ങ് അങ്ങനെ ഒരു കറി, അപ്പം ഇടിയപ്പം അല്ലെങ്കിൽ ഗോതമ്പ് ഉപ്പുമാവ് മുതലുള്ള വെറൈറ്റി സാധനത്തിന് കടലക്കറിയും മുട്ടക്കറിയും അതേപോലെ നമ്മുടെ വെജിറ്റബിൾ കറിയൊക്കെ ആയിട്ട് മാക്സിമം ആയിക്കഴിഞ്ഞാൽ മിനിമം 50 ദിവസം തുടർച്ചയായിട്ട് വ്യത്യസ്തമായ ബ്രേക്ക്ഫാസ്റ്റ് മാത്രം കേരളത്തിൽ. അത് നോർമൽ ഈ മലബാറിലെ പലഹാരങ്ങൾ കൂട്ടിയിട്ടേ ഇല്ല, അരി പലഹാരങ്ങൾ മാത്രം. അവരുടെ പലഹാരങ്ങളുടെ എണ്ണിയാൽ ചിലപ്പോൾ 100 ദിവസം വ്യത്യസ്തമായ ഭക്ഷണം. വേറൊരു കമ്മ്യൂണിറ്റിക്കോ വേറൊരു സമൂഹത്തിനോ ഈ വൈവിധ്യങ്ങളില്ല. ഇപ്പം ഈ റെസ്റ്റോറൻറ്റ്സ് പല സ്ഥലത്തായിട്ട് തുടങ്ങുകയാണല്ലോ, കേരളത്തിലെ പല ഭാഗത്ത്. അപ്പം ഓരോ പ്രദേശത്തെ ഈ പറഞ്ഞ മാതിരി അവിടുത്തെ ഭക്ഷണത്തിന്റെ പ്രത്യേകത നോക്കിയിട്ടാണോ അവിടെ ഭക്ഷണം കൊടുക്കുക? തീർച്ചയായിട്ടും. പക്ഷേ അവിടെ പല സ്ഥലത്തുനിന്നും ആളുകൾ വരികയും ചെയ്യും. എന്നാലും നമ്മൾ ആ ഒരു ജിയോഗ്രഫിക്കൽ ഇത് വെച്ചിട്ട് നമ്മുടെ ഒരു ഡാറ്റാബേസ് അനുസരിച്ച് ഇപ്പോൾ കോഴിക്കോട് മലബാർ രീതിയിൽ അവർക്കൊരു ഭക്ഷണത്തിൻ്റെ എരിവ് പുളിയുടെ ഒരു 1 to 10 ആണ് സ്കെയിൽ. ഓക്കെ, അപ്പം തെക്കൻ കേരളത്തിൽ വാളം പുളിയാണ് അവർക്ക് കൃത്യം, മറ്റവർക്ക് കുടംപുളി സെൻട്രൽ കേരളയിൽ. അപ്പോൾ ഇതിൻ്റെ ഒരു പുളിയുടെ അളവെന്ന് വെച്ചാൽ ഇപ്പോൾ 1 മുതൽ 10 വരെയാണ് സ്കെയിലെങ്കിൽ ഇത് തെക്കൻ കേരളത്തിൽ ഒരു 7 പോയിൻ്റ് ആണ്. ചിലർക്ക് 7-8%, ഒരു 8 ആണ്. വേറെ ചില സ്ഥലം പാലക്കാടൊക്കെ അതിലൂടെ പുളിയൊക്കെ കുറവ് വരണം. അപ്പോൾ ആ രീതിയിലൊക്കെ ഒരു എരിവിനും ഇതേപോലെ അളവുണ്ട്. അപ്പം തെക്കൻ മലബാറിൽ അവർക്ക് എരിവ് ഒരു 8.5 വേണം. അതേ രീതിയിൽ നമുക്ക് അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഡയറ്റൊക്കെ വെച്ചിട്ടാണ് അവരുടെ സ്പൈസ് ലെവൽ കൂട്ടുകയും. അപ്പോൾ കൊച്ചി എന്ന് പറഞ്ഞാൽ ഒരു കംപ്ലീറ്റ് ഒരു വെർസറ്റലായിട്ട് പല കമ്മ്യൂണിറ്റിയും പല ടൂറിസ്റ്റും എല്ലാം വരുന്നൊരു കമ്മ്യൂണിറ്റി. അപ്പോൾ ഇവിടെ എല്ലാം ഒരു ഗ്ലോബൽ സ്റ്റൈൽ ഓഫ് സ്പൈസി വേണം, സ്പൈസി അല്ലാത്തതും വേണം, സ്പൈസി എല്ലാം കൊണ്ടും സ്പൈസി വേണം. അപ്പം കോഴിക്കോട് അല്ലെ മലബാർ റീജിയൻ ട്രിവാൻഡ്രത്ത് സ്പെഷ്യലി ഒരു ട്രാവൻകൂർ സ്റ്റൈൽ, കുറച്ച് തമിഴ് കൾച്ചർ, അതെല്ലാം ഇൻഫ്ലുവൻസ് ചെയ്തൊരു ഫുഡാണ്. അവിടെ വേറൊരു എക്സ്ട്രീംലി ഡിഫറെന്റ് അല്ലേ അവിടെ സാമ്പാർ തന്നെയല്ലേ പല വ്യത്യാസമല്ലേ പല സ്ഥലത്തും? പാലക്കാട് സാമ്പാറല്ല, തിരുവനന്തപുരത്തെ സാമ്പാർ നിരവധി ടൈപ്പ് സാമ്പാർ. എത്ര ടൈപ്പ് സാമ്പാർ ഉണ്ടാക്കുമെന്ന് എനിക്കറിയില്ല. എന്ന് വെച്ചാൽ രാവിലെ ഇറങ്ങി നേരെ പറമ്പിലേക്ക് ഇറങ്ങും. പറമ്പിലേക്ക് ഇറങ്ങുമ്പോൾ കാണുമ്പോൾ ചേമ്പാണ് ഭാഗമായിട്ടിരിക്കണമെങ്കിൽ ചേമ്പ് മുറിക്കും, ചേമ്പിൻ്റെ ഇതെടുക്കും, താളെടുക്കും, ചേമ്പ് വെച്ചിട്ട് സാമ്പാറുണ്ട്. പിന്നെ അതിൻ്റെ തണ്ട് വെച്ചിട്ട് താള് വെച്ചിട്ട് സാമ്പാറുണ്ടാക്കും. പിന്നെ നോക്കുന്നത് ചിലപ്പോൾ വാഴ കുലച്ച് നിൽക്കുകയായിരിക്കും. അപ്പോൾ വാഴ വെട്ടിയെടുത്തിട്ട് അതിൻ്റെ കൂമ്പ് വെച്ച് കറി ഉണ്ടാക്കും, ഈ കായ വെച്ചിട്ട് സാമ്പാറുണ്ടാക്കും, ഒരുപാടായിട്ട് ഉരുളക്കിഴങ്ങ് വെച്ച സാമ്പാറുണ്ടാക്കാം, തക്കാളി വെച്ച സാമ്പാറുണ്ടാക്കാം, ചെറിയ ഉള്ളി വെച്ച് സാമ്പാറുണ്ടാക്കാം, സവാള വെച്ചിട്ട് സാമ്പാർ. സാറേ ഇതിൻ്റെ ഞാൻ സാമ്പാറിനെ കുറിച്ച് ഒരു റിസർച്ച് ഒക്കെ നടത്തി. ഇപ്പോൾ തിരുവിതാംകൂറിലുള്ളവർക്ക് കഷ്ണങ്ങൾ നിർബന്ധമായിട്ട് വേണം. അത് തൃശ്ശൂരൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു വെജിറ്റബിളും അതിൻ്റെ ഗ്രേവിയാണ് കൂടുതൽ വേണ്ടത്. അപ്പോൾ എൻ്റെ ഒരു കണക്കിന് നമ്മുടെ കേരളത്തിൽ തന്നെ 40-ൽ പരം വ്യത്യസ്തമായ സാമ്പാറുണ്ട്. ഇപ്പോൾ തമിഴ്നാട്ടിലാണ് അതിനെ കുറച്ചുകൂടെ ബെറ്റർ. അവർക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റ് വെച്ചാൽ ചിന്ന വെങ്കായ സാമ്പാർ, മുള്ളങ്കി സാമ്പാർ. മുള്ളങ്കി ആണെങ്കിൽ ആ മുള്ളങ്കി മാത്രമേ ഉണ്ടാവുള്ളൂ അതിൻ്റെ ഒരു ഫ്ലേവർ. അമരയ്ക്ക സാമ്പാറാണെങ്കിൽ അമരയ്ക്ക മാത്രമുണ്ട്. നമുക്ക് കേരളത്തിൽ അതിന് വെണ്ടയ്ക്ക, വഴുതനങ്ങ, തക്കാളി, മത്തങ്ങ, ചേന, ചേമ്പ് എല്ലാം കൂടെ ചേർത്തിട്ട് പരിപ്പൂടെ വേവിച്ചിട്ട് കുറുകി കഷ്ണങ്ങളൊക്കെ ആയിട്ട് കഴിക്കുന്ന സാമ്പാറാണ് തെക്കൻ കേരളത്തിൽ. മലബാറിൽ ഇത്രയും വേണമെന്നില്ല. തമിഴ്നാട്ടിൽ വേറെ വ്യത്യാസം. ഇഡലിക്കും ദോശയ്ക്കുമുള്ള സാമ്പാർ വേറെ, ചോറിന്റെ കൂടെയുള്ള സാമ്പാർ പുളിപ്പ് മാറും. അത് ഉടുപ്പിയിലോട്ട് മാറിക്കഴിഞ്ഞാൽ ഒരല്പം സ്വീറ്റ് ആയിട്ട് വരും. അത് സാമ്പാർ മഹാരാഷ്ട്രയിൽ നിന്ന് വന്നതാണെന്നാണ് പറയുന്നത് അതിന്റെ ഒരു ചരിത്രം. അത് കഴിഞ്ഞ് തമിഴ്നാട്ടിൽ അതിനെ ഡെവലപ്പ് ചെയ്യും. അല്ല, ആക്ച്വലി സാമ്പാറിന്റെ ഒരു പേര് ഒരു മഹാരാജാവിന്റെ പേരിൽ നിന്നാണ് ഉത്ഭവിച്ചെന്നാണ് സാമ്പാറിനെ കുറിച്ച് റിസർച്ച് ചെയ്യുമ്പോൾ. ഇഡലിയും ദോശയും സാമ്പാറും ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ തമിഴ്നാട്ടിൽ നമ്മളെക്കാൾ ബെറ്റർ ആയിട്ടുള്ള നല്ലതായിട്ടുള്ള ടേസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ തമിഴ്നാട്ടിൽ കിട്ടും. ഞാൻ ദോശപ്രിയനായതുകൊണ്ട് ദോശ ചിലപ്പോൾ വളരെ ഭയങ്കര. എനിക്ക് എല്ലാ ടൈപ്പ് ദോശയും മാറി കഴിക്കും, മാറി എല്ലാ ടൈപ്പ് ദോശയും കഴിക്കും. ഒരേ ടൈപ്പല്ല, നേരത്തെ പറഞ്ഞ മാതിരി പല ടൈപ്പ് ദോശയുണ്ട്. നമ്മളെ തട്ടുകടയിൽ കിട്ടുന്ന ദോശയുണ്ട്, പിന്നെ നമ്മൾ ഗീ റോസ്റ്റ് ഉണ്ടാക്കുന്ന ദോശയുണ്ട്, ഏറ്റവും നൈസായിട്ട് ദോശ ഉണ്ടാക്കും, കുറേ കൂടെ കട്ടിയായിട്ട് ദോശ ഉണ്ടാക്കും. മസാല ദോശ ഉണ്ടാക്കുന്നതിന് വേറെ ഇതാണ്, പലതരത്തിലുള്ള ദോശ. നമ്മൾ ഈ ഭക്ഷണത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൃത്യം 1:30-ക്കാണ് ഭക്ഷണം കഴിക്കുന്ന സമയമാണ്. അതെ, ഞാൻ കരുതി ഇദ്ദേഹമായിട്ട് വേറെ ഇത്രയും വലിയ നോളജ് ഉള്ള ഒരു മനുഷ്യൻ്റെ അടുത്താണ് ഭക്ഷണത്തെക്കുറിച്ച് വേറെ എന്തെങ്കിലും പൊളിറ്റിക്സിൻ്റെ. കാരണം ഞാൻ ഇദ്ദേഹത്തോട് ഇന്ന് സംസാരിക്കുമ്പോൾ ഞാൻ ഭയങ്കര ഇദ്ദേഹത്തിൻ്റെ പ്രഭാഷണം എനിക്ക് ഭയങ്കര ഞാനധികം പഠിച്ചിട്ടൊന്നുമില്ല. ഈ പദസമ്പത്തൊക്കെ കിട്ടുന്ന ഇദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു അവിടെ ആയാലും നിയമസഭയിലായാലും അല്ലാതുള്ള പ്രസംഗം വളരെ ക്ലിയറായിട്ട് ക്ലാരിറ്റി ആയിട്ട് ഇത്രയും വെക്കാബിലിറ്റി ആയിട്ടൊക്കെ സംസാരിക്കുന്ന കമ്മ്യൂണിക്കേഷൻ ആണല്ലോ ഒരു ലീഡർ എന്ന നിലയിൽ നമ്മൾ
നമ്മളെല്ലാം ആക്സെപ്റ്റ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരാളാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സംസാരങ്ങളൊക്കെ കേൾക്കുമ്പോൾ വളരെ പൊളിറ്റിക്കൽ അല്ലെങ്കിൽ ഭയങ്കര നിലപാടുകളൊക്കെ കൃത്യമായിട്ട് ഫാക്റ്റോടുകൂടി പറയുന്ന ഒരു വ്യക്തി എന്ന നിലയിലാണ്. ഇത്രയും ഫുഡ് നോളജ് ഉള്ളൊരു മനുഷ്യനാണ്. അത് ഇവിടെ പോയിരുന്നിട്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു പഴയകാല റെസിപ്പിയെക്കുറിച്ചും അല്ലെങ്കിൽ കേരളത്തിലെ അന്യം നിന്ന് പോയ സംഭവങ്ങളെക്കുറിച്ചൊക്കെ ഒരു പ്രബന്ധം തയ്യാറാക്കാൻ പറ്റുന്ന ആളാണ് ഇരിക്കുന്നതാണ്. രാഷ്ട്രീയക്കാർക്കിടയിൽ ഇങ്ങനെ ഭക്ഷണത്തെ കുറിച്ച് സംസാരിക്കുമോ? ഞങ്ങൾ സംസാരിക്കുന്ന ഒരുപാട് യാത്രയുടെ ഇടയിലുണ്ട്. ഇപ്പോൾ ഈ വിദേശത്ത് പോകുന്നതിന് മുമ്പ് ഞാനൊരു തയ്യാറെടുപ്പ് നടക്കും. അപ്പോൾ ഞങ്ങൾ സ്ഥിരമായിട്ട് പോകുന്ന ആളുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഷാഫി, ഹൈബി, അതുപോലെ ഷാജി, സാദത്ത്, ഞങ്ങളൊരു സെറ്റ് ഉണ്ടായിരുന്നു പോകാൻ വേണ്ടി. ഷാഫി ഭക്ഷണപ്രിയനാണ്. ഷാഫി ഭയങ്കര ഭക്ഷണപ്രിയൻ. ഷാഫിയുടെ അടുത്തൊന്നും നമുക്ക് നിൽക്കാൻ പറ്റില്ല. എനിക്കറിയാവുന്നതിൽ ഏറ്റവും നമ്പർ 1 ഭക്ഷണപ്രിയനാണ്. അപ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞു, പ്രാഗിനടുത്ത് ഒരു ഭയങ്കരമായ റെസ്റ്റോറൻ്റ് ഉണ്ട്, അവിടെ ഒരു ഡക്കിൻ്റെ ഒരു സ്പെഷ്യൽ സാധനം കിട്ടും എന്ന് പറഞ്ഞു. റെസ്റ്റോറൻറ്റിൻ്റെ പേര് ഓർമ്മയില്ല ഇപ്പോൾ പെട്ടെന്ന് വന്നുകൊണ്ട് എൻ്റെ മനസ്സിൽ വന്ന. അപ്പോൾ ഇവർ റെഡി എന്ന് പറഞ്ഞ്, അപ്പോൾ എനിക്കറിയാം 1.25 മണിക്കൂർ യാത്രയുണ്ട്, ഞാനത് കഴിച്ചിട്ടേ പോരുള്ളൂ തിരിച്ച്. ഞാനത് തീരുമാനിച്ച് പോയേക്കുക. അപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇവരെ അസ്വസ്ഥരാകാൻ തുടങ്ങി. അതായത് എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്താനും കളിയാക്കാനും ഒക്കെ തുടങ്ങി. എല്ലാം കഴിഞ്ഞ് അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര ചൂടെല്ലാവരും. ആരെങ്കിലും ഒരു ഡിഷ് കഴിക്കാൻ വേണ്ടി 1.25 മണിക്കൂർ യാത്ര ചെയ്ത് ടാക്സിയൊക്കെ എടുത്ത് വരുവാ. ഞാൻ ഒന്നും മിണ്ടില്ല. എന്നോടത് പറഞ്ഞു തന്ന ആളും ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴും എന്നോടൊരു കാര്യം പറഞ്ഞു. അവിടെ ചെന്ന് കഴിച്ചു. ഞാൻ കരുതുന്നില്ല ജീവിതത്തിൽ ഒരിക്കലും ഇനി അതുപോലെ എനിക്ക് ഡക്ക് കഴിക്കാൻ പറ്റുമോ. ഞാൻ കഴിക്കും. ഡക്കും അതിൻ്റെ കൂടെയുള്ള ഈ പൊട്ടറ്റോ, ഉരുളക്കിഴങ്ങെന്ന് വെച്ചാൽ ലോകത്തിൽ ഒരു 25 ഗ്രേഡെങ്കിലും ഉണ്ട്. ഞാൻ കരുതുന്നത് നമുക്ക് ഏറ്റവും അവസാനത്തെ ഗ്രേഡാണ് കിട്ടുക. അതിന് ശേഷം അവിടെ നിന്ന് വന്നതിന് ശേഷം എനിക്ക് ഇങ്ങനെ ഇവിടുത്തെ ഉരുളക്കിഴങ്ങ് കാണുമ്പോൾ ഒരു മറ്റേത് അതിൻ്റെ ക്വാളിറ്റി, ഫസ്റ്റ് ഗ്രേഡ് ക്വാളിറ്റി പൊട്ടറ്റോ സ്ക്രാമ്പിൾ ചെയ്തിട്ടുള്ള ഒരു ഐറ്റവും ഡക്കിൻ്റെ ഐറ്റം. ബേബി പൊട്ടറ്റോ തിരിച്ചു പോരാൻ നേരത്ത് നമ്മളിപ്പോൾ മാമ്പഴം, ഇപ്പം മൂവാണ്ടൻ, കിളിച്ചുണ്ടൻ, അങ്ങനെയൊക്കെ അതേപോലെ ഉരുളക്കിഴങ്ങിന് 100 കണക്കിന് വെറൈറ്റി ഉണ്ട്. അപ്പോൾ അത് ചെറിയ മാരി പൈപ്പർ. ഈ ഡക്കിനെ കുറിച്ച് എനിക്ക് അറിയണം. കാരണം വെച്ചാൽ നമ്മളിവിടെ ഉണ്ടാക്കുമ്പോൾ ഒരു ചൊവയുണ്ട് പറയില്ല, അത് വൃത്തിയാക്കി കറക്റ്റ് ആയില്ലെങ്കിൽ അത് ഇപ്പോൾ മത്തിക്കേണ്ടത് അത് കളയാൻ വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. കളയാൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ. ഇപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞപ്പോൾ പറയാം. ഗോതുരത്തില്ലേ, എനിക്കൊരു അദ്ദേഹം ജീവിച്ചിരിപ്പില്ല. ഇന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് മത്തി, കൊച്ചിയിൽ നല്ല മത്തി കിട്ടും. തിരുവനന്തപുരത്തെ മത്തി അത്ര നല്ലതല്ല. ഈ മസ്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ കടലിൻ്റെ പ്രത്യേകതയുണ്ട്. ഈ മത്തി അദ്ദേഹം പറഞ്ഞു, ആദ്യം ചട്ടിയിൽ ഈ എണ്ണ ഒഴിക്കരുത്, എണ്ണ തുടയ്ക്കാനേ പാടില്ല, അടിയിൽ പിടിക്കാതിരിക്കാൻ പറ്റും. എന്നിട്ട് ഈ മത്തി ഇങ്ങനെ മുറിച്ച് മാരിനേറ്റ് ചെയ്ത് ഉപ്പും മുളകൊക്കെ പുരട്ടി ഇങ്ങനെ 5 എണ്ണം നിരത്തി വയ്ക്കും. അതിൻ്റെ മീതെ 5 കറിവേപ്പിലയുടെ തണ്ട് നിരത്തി വയ്ക്കും. പിന്നെ വീണ്ടും 5 മത്തി, പിന്നെ വീണ്ടും കറിവേപ്പില, ഇങ്ങനെയായിട്ട് ഒരു 5 സെറ്റ് വയ്ക്കും. എന്നിട്ട് എണ്ണയില്ല, എണ്ണ വെച്ചാൽ അടി പിടിക്കുക. എന്നിട്ട് ഒരു പ്രത്യേക ടെമ്പറേച്ചറാണ്, കൂടിയ ടെമ്പറേച്ചറും എല്ലാം കുറച്ചെല്ലാം കൊടുക്കും. അപ്പം നെയ്യുള്ള മത്തി ആയിരിക്കണം. ഇത് എല്ലാ സീസണിലും വരില്ല. നെയ്യുള്ള മത്തിയിൽ നെയ്യ് ഇതിൻ്റെ അകത്ത് എണ്ണയില്ലാതെ നെയ്യിൽ ഈ സാധനം മുരിഞ്ഞു. ഞാൻ കഴിക്കില്ല. സാധാരണ ഗതിയിൽ സ്മൃതിയാണെങ്കിൽ ഒരു 5 എണ്ണം അങ്ങനെ. അതൊരു പ്രദേശത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ഒരു പ്രത്യേകമായി. അപ്പം ഞാൻ ചോദിച്ചു, കറിവേപ്പില ഇടുന്നത് എന്തിനാണ്? അപ്പം മീനൊരു നേരത്തെ പറഞ്ഞ മാതിരി ഒരു ഇതുണ്ട്, അത് ഈ കറിവേപ്പിലയിൽ അങ്ങ് പോകുന്നതാണ്. അതുപോലെ തന്നെ അതിപ്പോൾ കുട്ടനാട് ഈ കറുത്ത ഗ്രേവിയുള്ള ഇതാണ്, താറാവാണ്. അത് വേറെ. ഇത് വറുത്തരച്ച അല്ലേ കറിയിൽ കറുത്ത ഗ്രേവിയുള്ള, അതാണ് കുട്ടനാടിൻ്റെ സ്പെഷ്യാലിറ്റി. അതാണ് സാധാരണ ഒരു ഫുൾ താറാവ് അടിക്കാൻ പറ്റും ഈ കുട്ടനാടിൻ്റെ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സംഭവം. അങ്ങനെ ലോകത്തിന് ഏത് സ്പൈസി ഒന്നുമല്ല ഇത്. ശരിക്കും പറഞ്ഞാൽ അപ്പോഴാണ് ഈ മീറ്റ് നാവിൽ വെച്ചാൽ മെൽറ്റ് ചെയ്ത് പോകണം എന്ന് പറയും. മെൽറ്റ് ഇൻ മൗത്ത് എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് ഡക്ക് എന്ന് പറഞ്ഞൊക്കെ യൂറോപ്പിലൊക്കെ അവർ പിങ്ക് ഇൻ കളർ എന്നാണ് പറയുന്നത്. അതിനകത്ത് ആ ബ്ലഡ് വരണം. നമ്മളിവിടെ ഓവർ കുക്ക് ചെയ്തിട്ട് കുക്കറിനകത്ത് 8 വിസിലൊക്കെ അടുപ്പിച്ചാണ്. പക്ഷേ ഞാൻ പറയട്ടെ, അങ്ങനെയുള്ള ഇപ്പോൾ ചിക്കൻ ഒരിക്കലും അങ്ങനെ കഴിയില്ല. മീറ്റ്, ഇപ്പോൾ റെഡ് മീറ്റ് ആയിട്ടുള്ള ബീഫിൻ്റെ ഓരോ പാർട്ട് ഓഫ് കട്ട് അത് പിങ്ക് ആയിട്ടാണ് അവർ കഴിക്കുന്നത്. ആ ടെക്സ്ചർ, ആ മീറ്റിൻ്റെ ഫ്ലേവറാണ്. നമുക്കിവിടെ മസാലയുടെ രുചിയാണ് വേണ്ടത്. അവിടെ അതല്ല. ഇവൻ നമ്മളൊരു ഡക്കാണ് കഴിക്കുക അല്ലെങ്കിൽ ഒരു
ബീഫ് ഒരു മീറ്റിൻ്റെ ഒരു ആനിമലിൻ്റെ ഏതെങ്കിലും ഒരു പാട്ട്, ഇപ്പോൾ ഷോൾഡർ പാട്ടാണ്, ഷോൾഡർ പാട്ടിന് ടേസ്റ്റ് ഉണ്ട്. ഇപ്പോൾ സാഡിൽ മത്തി എന്ന് പറഞ്ഞാൽ അവർക്ക് മത്തിയുടെ രുചിയാണ് അറിയുന്നത്. അല്ല നമ്മുടെ കുടംപുളിയും തേങ്ങ അരച്ച് കഴിഞ്ഞാൽ കറിയാണ് ഇവിടെ. അതിനകത്ത് പയലക്കറി ഇട്ടാലും മത്തിക്കറി ഇട്ടാലും നെയ്മീൻ ഇട്ടാലും നമുക്ക് ഒറ്റ രുചിയാണ്. അവർക്ക് വേണ്ടത് കറിയുടെ രുചിയല്ല. ദേ വാണ്ട് ദാറ്റ്. ഇപ്പം മീൻ സാഡിനാണെ സാഡിൻ, മാക്രലാണെ മാക്രൽ, അല്ലെങ്കിൽ കിങ് ഫിഷ് ആണെ കിങ് ഫിഷ്, സാൽമൺ ആണെ സാൽമൺ, ബീഫിന്റെ ബീഫ്, അതെ ഭയങ്കര അങ്ങനെയൊക്കെയുള്ള സാധനമാണ്. ഈ പറഞ്ഞ ഡക്കൊക്കെ അവർ ഒരിക്കലും ഓവർ കുക്ക് ചെയ്യില്ല. 7 minutes നമ്മൾ 1 മണിക്കൂർ കുക്ക് ചെയ്യുന്നത്. പക്ഷേ ഡക്കിൻ്റെ ബ്രസ്റ്റ് പ്രോപ്പർലി, കാരണം അവിടെ അത് അതിനെ ക്യൂർ ചെയ്ത മീറ്റിനെ നല്ല സ്ലൈസായിട്ട് ചെയ്തിട്ട് എൻ്റെ സെൻട്രൽ ഭാഗത്ത് ഒരു പിങ്കൂടി ഇരിക്കും. അപ്പോൾ അതിനെ അവർ ഗാർണിഷ് ചെയ്തിട്ട് അതിൻ്റെ പൊട്ടറ്റോട് കുടിക്കണം. ഇതിലേക്ക് വളർത്തുന്നതിന് ഈ കാറ്റിലേക്ക് പ്രത്യേകമായ ഫാമിൽ ന്യൂസിലൻഡില്, ഓസ്ട്രേലിയയിലേക്ക് ലാമ്പിനെ വളർത്തുന്നത്, ഇതിലേക്ക് വളർത്തുന്നത് പ്രത്യേക ഫീൽഡ് കൊടുത്തിട്ടാണ്. എന്നിട്ട് ഈ മീറ്റ് കൊണ്ടുവന്നിട്ട് ഈ മീറ്റ് ഭയങ്കരമായ ടെമ്പറേച്ചറിൽ തലേ ദിവസം ഞാൻ എൻ്റെ കിച്ചണിലൊക്കെ പോയി നോക്കിയില്ല. ഇപ്പൊ ലോകത്തെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ട് ഇപ്പൊ പറഞ്ഞില്ലേ, ഒരു നിങ്ങൾക്കറിയാം വഗ്യു ബീഫ് എന്നാണ്. വഗ്യു ബീഫിന് ബിയറൊക്കെ കൊടുത്ത് ഡെയിലി മസാജ് ചെയ്ത് മ്യൂസിക് ഒക്കെ ആക്കി 1 കിലോയുടെ 20,000 രൂപയ്ക്കാണ് അപ്പൊ പെർ kg. അപ്പൊ അതിപ്പോ ഇവിടെ ഇന്ത്യയിലൊക്കെ എത്തി തുടങ്ങി. അപ്പൊ അതിന്റെ മാർബിൾസിനനുസരിച്ചിട്ടാണ്, അതിന്റെ മസിൽസിന്റെ മാർബിൾ അനുസരിച്ചാണ് ഇതിന്റെ റേറ്റ് കൂടുക. അപ്പൊ അതിനെ ബിയർ ആൻഡ് മസാജർ വന്ന് ഡെയിലി മസാജൊക്കെ ചെയ്ത് ഒരു പ്രത്യേക മ്യൂസിക് സിസ്റ്റം കൊടുത്ത് അതിനെ റിലാക്സ് ആക്കിയ മീറ്റിനെ പ്രത്യേക ഫീഡ്. അതിപ്പോൾ അതുപോലെ ചിക്കൻ്റെ ബേസിക്കലി ഇപ്പോൾ സാർ പറഞ്ഞില്ല പ്രത്യേക ഫീഡിങ്. ഇപ്പോൾ കോൺ ഫെഡ് ചിക്കൻ എന്ന് പറയും. കോൺ മാത്രം ഫീഡ് ചെയ്ത് ഓർഗാനിക് ആയിട്ടൊരു ചിക്കൻ. അതിൻ്റെ ചിക്കൻ്റെ ആ നെയ്ക്കകത്ത് മൊത്തം നമ്മുടെ ചോളത്തിൻ്റെ നിറമായിരിക്കും. അതിൻ്റെ ഫ്ലേവറേ വരാം. അപ്പോൾ എന്താണ് ഫീഡ് ചെയ്യുന്നത് അതനുസരിച്ചാണ്. ഇപ്പോൾ ഈ കുട്ടനാട്ടിലെ ഈ താറാവിന് എന്തുകൊണ്ട് ഈ രുചി എന്നൊക്കെ പറഞ്ഞാൽ അവിടുത്തെ നാടൻ ഭക്ഷണം അത് കുത്തിപ്പിറക്കി അത് കഴിക്കാണ്. അല്ല നമ്മളൊരു പേഴ്സണലി ഒരു ഫാമിൽ ഇട്ടിട്ട് ഒരു കൃത്രിമമായിട്ടുള്ള ഫീഡ് ചെയ്ത് അതിൻ്റെ രുചി അതായത് പറവൂര് പൊക്കാളി കൃഷി ചെയ്യുന്നത്. പൊക്കാളി നെല്ല് ഓർഗാനിക്കാണ്. സ്റ്റാറ്റസ് കിട്ടിയിട്ടുള്ളതാണ്. അതായത് ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ സ്റ്റാറ്റസ് കിട്ടിയിട്ടുള്ളതാണ്. ജൈവ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുള്ള ഒരു വളം ചേർക്കാതെ ഉണ്ടാക്കുന്നില്ല. ഇതിന്റെ കൊയ്ത്ത് കഴിഞ്ഞാൽ ഈ കൊയ്ത് കഴിയുമ്പോൾ കുറേ നെല്ല് അടമ്പ് വീഴുമല്ല. അപ്പം താറാവിനെ ഇറക്കി വിടും. അപ്പം താറാവിനെ ഇറക്കി വിട്ടിട്ട് ഈ നെല്ല് മുഴുവൻ കൊത്തി കഴിക്കും. എന്നിട്ട് പൊക്കാളി കൊണ്ടുണ്ടാക്കിയ പുട്ടും ഈ താറാവിനെയും ഇത് ഭയങ്കര സാധനമാണ്. അതിൽ ഈ പറഞ്ഞ പോയിന്റാണ്. ഈ പറഞ്ഞ ചില പർട്ടിക്കുലർ ആയിട്ടുള്ള ഫീഡ് കൊടുത്തിട്ട് ആ ഫീഡ് കൊടുത്ത് ഉണ്ടാക്കുന്നതാണ്. നേരത്തെ പറഞ്ഞ മ്യൂസിക് ചെയ്യിപ്പിച്ച് മസാജ് ചെയ്യിപ്പിച്ച് വളർത്തിയെടുത്തിട്ട് കൊല്ലാൻ വേണ്ടിയിട്ടാണ്. താറാവിനെ ഇങ്ങനെ വെച്ചിട്ട് ആ താറാവ് പൊക്കാളി വെച്ചുണ്ടാക്കിയ പുട്ടും അത് വെച്ചിങ്ങനെ പല സ്ഥലത്തിൽ ഇപ്പൊ പുറത്ത് പല സ്ഥലത്തും പോയി കഴിഞ്ഞാൽ പല ഇപ്പോ റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് ഇങ്ങനെ ഈ പോട്ട് വന്നിട്ട് ഇങ്ങനെ ഉപ്പിടുന്ന സോൾവേയിൽ ഇങ്ങനെ പോകും. പിന്നെ കട്ടെന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റ് ലണ്ടനിൽ ഇങ്ങനെ ഒരുപാട് സ്ഥലത്ത് പുറത്ത് പോകുമ്പോൾ ഇതിനെല്ലാം പറയും. അപ്പോഴാണ് അവർ പറഞ്ഞത് ഈ നാവിൽ വെച്ചാൽ മെൽറ്റ് ചെയ്ത് പോകണം. ഇത് മീറ്റ് അതേപോലത്തെ ഇത് ചെയ്യണം എന്ന് പറയും. ടർക്കിഷ് ഭയങ്കര, ദുബായ് ഭയങ്കരമായൊരു ഫുഡ് ജോയിന്റ്. ഇപ്പോൾ എല്ലാത്തരം അറബ് ഫുഡുണ്ട്, ലബനീസ് ഫുഡുണ്ട്, പിന്നെ നമ്മൾ ഇറ്റാലിയൻ ഫുഡുണ്ട്. ഇറ്റാലിയൻ ഫുഡ് യുണീക്കാണ്, അവരുടെ കൾച്ചർ. പക്ഷേ ഈ പറഞ്ഞ കാര്യം ഈ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കോമൺ ആണല്ലോ കേരളത്തിലാണ് ഏറ്റവും ബെസ്റ്റ്. പിന്നെ മുഗൾ ഇതുണ്ടല്ലോ, മുഗൾ ഇതുണ്ട്. അപ്പോൾ അത് ഒരു അറബിക്കല്ല നമ്മുടെ ഇപ്പൊ ഈ തന്തൂരി സാധനത്തിൽ ആ മുഗൾ ഇൻഫ്ലുവൻസ് ഉണ്ട് അല്ലേ? തന്തൂരി ഐറ്റംസ്. തന്തൂരി ആക്ച്വലി അത് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് കാബൂളിൽ നിന്ന് വന്ന ഒരു സംഭവമാണ്. അപ്പൊ അവിടുന്ന് അഫ്ഗാൻ റീജിയനിൽ നിന്ന് തന്തൂർ കബാബ്സ് ഇന്ത്യയിലേക്ക് എത്തുന്നു. അത് മുഗൾ ഹൈദരാബാദ് കിങ്ഡംസിലെ റോയൽ ഫാമിലി ആദ്യം അതിൽ ഏറ്റവും വലിയ ചില കബാബ്സ്. അപ്പോൾ ഈ കബാബൊക്കെ കഴിച്ചിട്ട് അതിൻ്റെ ഒരു കഥയെന്ന് വെച്ചാൽ ഏറ്റവും വലിയ അവിടുത്തെ ഏതോ ഒരു രാജാവിന് കഴിക്കണം. അപ്പോൾ അയാൾക്ക് പല്ലില്ല. അതിന് വേണ്ടിയിട്ട് ഒരു ഷമി കബാബ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഫേമസ് മെൽറ്റ് ഇൻ മൗത്താണ്. അതിപ്പോൾ നിങ്ങളൊക്കെ ലക്നൌവിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ നമ്മുടെ ഇവിടുത്തെ തട്ടുകടയിൽ ദോശ കിട്ടുന്ന പോലെ എല്ലായിടത്തും ഈ കബാബ് കിട്ടും. അപ്പോൾ ഈ കബാബ് എന്ന് വെച്ചാൽ മീറ്റിനെ ചോപ്പ് ചെയ്തിട്ട് നമ്മുടെ ഗ്രാമ്പു ഇട്ട് പുകച്ച് ഇൻഫ്യൂസ് ചെയ്തിട്ട് ഫ്ലേവറിൽ ഇങ്ങനെ നെയ്ക്കകത്ത് ചുട്ടെടുത്ത് ഇങ്ങനെ തരികയാണ്. അപ്പോൾ ഇതൊക്കെ പല രാജ്യങ്ങളിലുള്ള ഫുഡുകളാണ്. ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഒരു അത്ഭുതമാണ് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ. അതെ, ഭയങ്കര ആ മാർക്കറ്റ് അതൊക്കെ ഉണ്ട്. ഹാൻ മാർക്കറ്റ് തന്തൂരി റാൻ
സ്വാതന്ത്ര്യം കിട്ടി കഴിഞ്ഞപ്പോൾ പാകിസ്ഥാൻ സാർ ഈ പറഞ്ഞെങ്കിൽ ഇറാനൊക്കെ കഴിച്ചോ? ഇപ്പോഴല്ല, ചെറുപ്പത്തിൽ കഴിച്ചു. ഇറാൻ കൊറിയയുടെ ഭാഗം വേണം. അത് വലിയൊരു പാട്ടായിരിക്കും. തന്തൂരിൽ ഇതിന്റെ മീറ്റ് സോഫ്റ്റ് ആയിട്ട് കുക്ക് ചെയ്ത് ഗ്രില്ല് ചെയ്തിട്ട് ഒരു ബ്ലാക്കിഷ് കളർ അതൊക്കെ കഴിക്കേണ്ട. നമ്മുടെ ഇവിടെ നിന്നും ആ ഒരു ആട് കേരളത്തിന്റെ ഒരു മെയിൻ മീറ്റായിട്ട് വന്നിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ അത് പണ്ട് മനുഷ്യർക്ക് കേരളത്തിലെ സാധാരണ മനുഷ്യർക്ക് ഒരിക്കലും മട്ടൺ അഫോർഡബിൾ ആയിരുന്നു. സോ അതുകൊണ്ടാണ് അന്ന് ബീഫ് വളരെ ചീപ്പ് ആവുകയും മലയാളികൾ അത് കഴിച്ചത് ബീഫായി മാറി. കാരണം മട്ടൺ ഒരിക്കലും ഒരു എക്സ്പെൻസീവ് സ്റ്റഫ് ആവുകയും പിന്നീട് കഴിഞ്ഞൊരു 10 വർഷം കൊണ്ട് നമ്മുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ മാറിയിട്ട് ഇതൊക്കെ എല്ലാവരുടെയും ഇതായതുകൊണ്ടാണ് ഈ നള്ളി ആയിക്കോട്ടെ അല്ലെങ്കിൽ റാൻ ആയിക്കോട്ടെ ലാം ഷോൾഡർ ആയിക്കോട്ടെ ആ പാട്ടൊന്നും നമുക്ക് ലിവർ നമുക്ക് വെച്ചാൽ മട്ടൺ വെച്ചാൽ എല്ലാവരും കട്ട് ചെയ്തൊരു പാട്ടായിട്ട് 1 കിലോ ഇറച്ചി വാങ്ങിച്ചിട്ട് 10 പേരുടെ കറി വെച്ച് കഴിക്കുന്നതിൽ നിന്ന് മാറിയിട്ടാണ് ഇതൊക്കെ വന്നത്. പക്ഷെ വടക്കേ ഇന്ത്യയിലൊക്കെ ഓപ്പോസിറ്റായിട്ട് ബീഫിന് പകരം ഓരോ ഷോൾഡർ വാങ്ങിച്ച് റോസ്റ്റ് ചെയ്തിട്ട് ഫുൾ ഫാമിലി അതൊരു അറബിക് കൾച്ചറിൽ നിന്ന് വന്ന ഒരു സംഭവം. അറബിക് കൾച്ചർ അങ്ങനെയല്ല, എല്ലാവരും കൂടി ഇങ്ങനെ ഒരുമിച്ച് നിന്നിട്ട് ഇങ്ങനെ ഭക്ഷണം കഴിക്കും, കൈവച്ച് ഇങ്ങനെ എടുക്കും അല്ലേ, കൈവച്ച് അത് ഞാനിപ്പോ ആലോചിക്കണം ദൈവമേ, സദ്യ കഴിച്ചുകൊണ്ടിരിക്കുമ്പോ ആൾക്കാർ കേരളത്തിലെ ഓണത്തിനും വിഷുവിനും എല്ലാം മലബാറിൽ നോൺ വെജ് കഴിക്കും, വെജ് കഴിക്കും. വെജിന്റേതായ പ്രത്യേകത ഓരോ സ്ഥലത്തിലും. സദ്യയിൽ എന്താ എങ്ങനെയാ ഇഷ്ടം? എവിടത്തെ സദ്യ എന്നൊക്കെ ഉണ്ടോ? സദ്യയിൽ എനിക്ക് ഇഷ്ടം ഈ കൊച്ചി തൃശ്ശൂർ ഏരിയയിലുള്ള സദ്യ ഭയങ്കരമായിട്ടുള്ള ഏറ്റവും നല്ലതാണ്. അത് മലബാറിലേക്കാളിലും തിരുവനന്തപുരത്തേക്കാളിലും നല്ലത് ഈ കൊച്ചി തൃശ്ശൂർ ഏരിയയിലെ സദ്യയാണ്. കാരണം ആ സദ്യയിലുള്ള ഓരോ ഐറ്റംസും വളരെ പ്രധാനപ്പെട്ട ഇതാണ്. അത് വെറുതെ കഴിക്കും, തലേദിവസം ഉണ്ടാക്കി വെക്കണം. പിന്നെ ഈ ഭരണിയുണ്ട്, പഴയ ഭരണി, ആ ഭരണിയിൽ ഉണ്ടാക്കിയ 2-3 ദിവസമൊക്കെ അതിൻ്റെ അതിരിക്കും. അതൊക്കെ കാണണമെങ്കിൽ കോട്ടയത്തൊക്കെ പോയി കഴിഞ്ഞാൽ പഴയ കല്യാണത്തിന് ഈ മീൻകറിയൊക്കെ പണ്ട് ഈ പറ്റിച്ചെന്ന് പറഞ്ഞില്ലേ, അത് പാലയിലൊക്കെ അവർ വലിയ കറിച്ചട്ടിക്കകത്ത് പറ്റിച്ചിട്ട് ഉറിക്കകത്ത് കെട്ടി അന്നത്തെ ഒരു ഫെർമെന്റ് അതൊക്കെ കണ്ടിട്ടില്ല. ആ ഒരു ഫെർമെന്റ് ചെയ്ത് നെക്സ്റ്റ് ഡേയിൽ വരുന്നത് ഈ പഴയ ഭരണി എന്നൊക്കെ പറയുമ്പോൾ എനിക്കതാണ് പറഞ്ഞത്. അവരിങ്ങനെ ഉറിക്കകത്ത് ഒരെണ്ണം കെട്ടി അതിൻ്റെ മേലെ വെച്ച് വാഴയില മാത്രമാണ്, അല്ലെ വെള്ള തുണി വെച്ച് കെട്ടിയിട്ട് മീൻകറിയൊക്കെ അങ്ങനെയല്ലേ. എൻ്റെ അമ്മയൊക്കെ സമ്മറിലെ മെയിൻ പരിപാടി മാങ്ങ പുളി മാങ്ങ കറി ഉണ്ടാക്കാൻ വേണ്ടി, പിന്നെ നെല്ലിക്ക ഇത് ചെയ്യും, അമ്പഴങ്ങ എന്ന് പറയുന്ന സാധനം ഇപ്പം കാണില്ല സാമാന്യമായി. പിന്നെ മാങ്ങയുടെ തൊലി മാത്രം ചെത്തിയിട്ട് അത് തൈരിൽ മുക്കിയിട്ട് ഉണക്കി വെച്ചിട്ട് ഇതെല്ലാം ശേഖരിച്ച് ഓരോ ഭരണിയിലായിട്ട് വയ്ക്കും. കാരണം ഈ മൺസൂൺ എന്ന് പറയുന്ന ക്ഷാമകാലം, ഈ പറയുന്ന സാധനങ്ങളൊന്നും കിട്ടാത്ത സംഭവം. അപ്പോൾ ഇതൊക്കെ വെച്ച് മാനേജ് ചെയ്യും കംപ്ലീറ്റ്. ചക്ക വെച്ച് ഇത് ചെയ്യും, ചക്ക പല സാധനം ചെയ്യുമല്ലോ. ചക്ക വരട്ടി വയ്ക്കും, ചക്ക വറുത്ത് വയ്ക്കും, വറുത്ത് വയ്ക്കും, വേവിച്ചിട്ടൊരു വേറെ സംഭവങ്ങളുണ്ടാക്കും. അപ്പം നമ്മുടേതായ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിൽ ഈ പിക്കൾ ഉണ്ടാക്കുന്നത്, ഒരു വലിയ അച്ചാറുകൾ ഉണ്ടാക്കുന്നത്, പലതരത്തിലുള്ള അച്ചാറുകൾ പല രീതിയിലുണ്ടാകും. മലബാറിൽ പോകുമ്പോൾ ഈന്തപ്പഴം വെച്ച് അച്ചാറുണ്ടാക്കും, അതിൻ്റെ അതുണ്ടാക്കും. ഇവിടെ മാങ്ങ, നാരങ്ങ, നെല്ലിക്ക, അമ്പഴങ്ങ, ഇവിടുത്തെ പഴയ നമ്മുടെ പഴയ നാരങ്ങയുണ്ട്. നമ്മൾ സാധാരണ ചെറിയ നാരങ്ങ, വടുകപ്പുളി നാരങ്ങ. കല്യാണം ഓണം വിഷുവിന് വടുകപ്പുളി എന്ന് പറയുന്നത് ആ ഒരു സമയത്താണ് ആ ഫ്രൂട്ടിന് ഭയങ്കര വെജിറ്റബിളിന് ഭയങ്കര ഏറ്റവും ഡിമാൻഡ്. ബാക്കിയുള്ള സമയത്ത് ആരും അത് ഉപയോഗിക്കാൻ നോർമലി നമുക്ക് ലൈമാണ് പെട്ടെന്നല്ല, അത് അതിൻ്റെ ഒരു ട്രഡീഷൻ. പെട്ടെന്ന് ഉണ്ടാക്കുന്ന നാരങ്ങയായാലും ഇത് എൻഡ് ഓഫ് ദി ഡേ ഇറ്റ്സ് എ ലൈം കട്ട് ചെയ്ത വലിയൊരു നാരങ്ങ, അത് കറിനാരങ്ങ എന്ന് പറയുകയും വടുകപ്പുളി അച്ചാറ് ഓണം വിഷു പ്രധാന സദ്യയിൽ അത് നിർബന്ധമാണ്. അത് അങ്ങനെയൊക്കെയുള്ള കുറെ സദ്യയുടെ ഈ അവിയൽ തന്നെ അങ്ങനെ ഒരു കുഞ്ചൻ നമ്പ്യാരുമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥയുണ്ടല്ലോ, അവിയലുണ്ട്. ഭീമസേനന് അവിയലിന്റെ കഥ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും സൗകര്യം പോലെ ബാക്കിയുള്ള എല്ലാ സാധനവും കൂടി ഇട്ട് എന്ത് വേണമെങ്കിലും ഇടാം. ചക്കക്കുരു ഇടാം, ചക്ക ഇടാം, മാങ്ങ ഇടാം, എന്ത് വേണമെങ്കിലും. അവിയൽ ഉണ്ടാക്കുമ്പോൾ അവിയലെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഈ കറിവേപ്പില മുകളിലേക്ക് ഇടും, എന്നിട്ടൊരു പച്ച വെളിച്ചെണ്ണ ഒഴിക്കും. അതെന്ന് വെച്ചാൽ ആ ഒരു പച്ചമണം അവിയലിനകത്ത്, ആ പച്ചമണം എന്ന് വെച്ചാൽ അവിയലിന്റെ ഒരു പ്രിപ്പറേഷൻ ഇപ്പൊ കേരളത്തിന്റെ ഞാൻ കണ്ടിട്ടുള്ളത് പുളിയുടെ തൈര്, പച്ചമാങ്ങ, പച്ച തക്കാളി മാത്രം ചേർക്കുന്ന അവിയലുണ്ട്. തക്കാളി ഇടും പുളിപ്പിന്. അത് കഴിഞ്ഞ് പാലക്കാടേക്ക് എത്തി അത് വെള്ള അവിയലാവും മഞ്ഞളിന് പകരം. അപ്പം അങ്ങനെയൊക്കെ വരുന്നുണ്ട്. ഈ അവിയൽ ഫിനിഷ് ചെയ്തതിൻ്റെ ഏറ്റവും കേരളത്തിലെ സദ്യയുടെ അല്ലെ മലയാളികളുടെ ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് ഡിഷ് എന്ന് പറയുന്നത് സദ്യയിൽ അവിയലിൻ്റെ പ്രത്യേകത
ഒന്ന് രണ്ട് കാര്യം ഇവിടെ നിങ്ങൾക്ക് അറിയാതെയുണ്ട്. സദ്യ തൊടുകറികൾ നമ്മളിപ്പോൾ ഉപ്പ് മുതൽ ശർക്കര പുരട്ടി ഇതൊക്കെ ഈ 3 ഇഞ്ചി നാരങ്ങ പച്ച വെച്ചിട്ട് പച്ചടി കിച്ചടി വെച്ചിട്ട് സെൻറ്ററിൽ അവിയൽ വരാനുള്ള കാര്യം എന്താണെന്ന് അറിയാം. ഞാനത് ഒരാളുടെ അടുത്ത് ചോദിച്ചപ്പം നമ്മുടെ കൈക്ക് ഏറ്റവും ഈസി ആക്സസ് ആയിട്ട് എടുത്തായിരിക്കണം അവിയൽ ഇരിക്കേണ്ടത്. സാധാരണ തൊടുകളിൽ 1 സ്പൂണാണെങ്കിൽ അവിയൽ 3 സ്പൂൺ വിളമ്പണം. അത് കഴിഞ്ഞിട്ട് കൈയുടെ ഈസി ആക്സസ് ആയിട്ട് അവിയൽ കഴിക്കാൻ വേണ്ടിയാണ് സെൻറ്റർ പാട്ട് വയ്ക്കുക. അതിൻ്റെ ഇപ്പുറത്ത് തോരനും കൂട്ടുകറി ആവണം, ഇപ്പുറത്ത് കിച്ചടികളായിരിക്കണം. അങ്ങനെ അവിയൽ പല പ്രത്യേകത. അത് സദ്യയിൽ അവിയൽ മാത്രമാണ്. ഇപ്പം ട്രാവൻകൂർ സദ്യയിലൊക്കെ പന്തിയിൽ പിന്നീട് വിളമ്പാൻ പാടില്ല, പക്ഷെ അവിയൽ മാത്രം രണ്ടാമത് വിളമ്പണം. അങ്ങനെ ഒരുപാട് കൂടുതൽ കഴിക്കുമല്ലോ അവിയൽ. കൂടുതൽ ആളുകൾ ഇപ്പോൾ ഒരു ട്രെൻഡും കൂടി ഉണ്ട് അങ്ങനെ കഴിക്കാൻ വേണ്ടി. നേരത്തെ പറഞ്ഞ മാതിരി ഈ കാളൻ്റെ അകത്തും ഈ പച്ചക്കായ് വെച്ച് കാളൻ ഉണ്ടാക്കും, പഴുത്ത പഴം വെച്ച് കാളൻ ചേന വെച്ച് കാളൻ ഉണ്ടാക്കും, അതുപോലെ പൈനാപ്പിൾ വെച്ച് കാളൻ ഉണ്ടാക്കും. ആ ഓരോ സൗകര്യം പോലെ ഏത് സാധനം വെച്ചിട്ടും ഉണ്ടാക്കുക. അതനുസരിച്ചുള്ള അതിൻ്റെ ഒരു ടേസ്റ്റ് മാറും. സദ്യ കഴിച്ച് കഴിഞ്ഞിട്ട് ഇല എങ്ങോട്ടാ മടക്കുക? നേരെ അങ്ങോട്ട് മടക്കും. നല്ല ഒരു നമുക്ക് സദ്യ ഇഷ്ടമായ എങ്ങോട്ട് മടക്കും എന്ന് പറഞ്ഞു. അത് ഞാൻ അതിൻ്റെ ഒരു ലോജിക്കായിട്ട് ഞാൻ പറയാം. അല്ല അത് പലർക്കും പല സ്ഥലങ്ങളിലാണ്. ഇപ്പോൾ അത് ചിലർ പറയും ഈ മരണത്തിന് ശേഷമുള്ള തിരിച്ചും. പക്ഷേ എൻ്റെ ഒരു ബേസിക്കായിട്ട് ഒരു ലോജിക്കലി ഒരു ഷെഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സദ്യ എന്ന് പറഞ്ഞാൽ ഒരുപാട് ലിക്വിഡായിട്ടുള്ള സാമ്പാർ, പരിപ്പ്, പുളിശ്ശേരി, രസം, മോരൊക്കെ കഴിച്ചിട്ട് ലെഫ്റ്റ് ഓവർ വരുന്നൊരു സദ്യയാണ്. അപ്പോൾ ഇല തീർച്ചയായിട്ടും അങ്ങോട്ട് മടക്കുന്നതാണല്ലോ. ഇത് മടക്കിയാൽ ദേഹത്തേക്ക് ഒന്ന് ആലോചിച്ച് നോക്കും നിങ്ങൾ. അതിൻ്റെ ഒരു മോരൊക്കെ കുടിച്ചിട്ട് എടുക്കുമ്പോഴും സെർവ് ചെയ്യുമ്പോഴും ക്ലീനിങ്ങിനുമൊക്കെ അതൊരു ഇനിയിപ്പോൾ എന്തായാലും ലോജിക്കലി ഒരു ഷെഫ് എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു ഭക്ഷണം വിളമ്പുന്നതാണെന്ന നിലയിൽ എല്ലാവരുടെയും സൗകര്യവും അവരുടെ ഷർട്ടിലും പാൻറ്റിലും ഒന്നും വീഴാതെയും വിളമ്പുന്നവർക്ക് ക്ലിയർ ആയിട്ട് എടുക്കാനും എല്ലാം മുന്നോട്ട് മടക്കുന്നതാണ് നല്ല. അതിൻ്റെ എന്ത് ആചാരം പറയും കല്യാണത്തിന് നമ്മൾ അങ്ങോട്ട് മടക്കുകയും പല മിത്താണ്. ഇപ്പോൾ ഒരു ഫോറിൻ റെസ്റ്റോറൻറ്റ്സിലൊക്കെ ഒരു ഫുഡ് ടേബിൾ മാനേഴ്സ് എന്നൊക്കെ പറയുമ്പം ഫോക്ക് വെക്കുന്നതിന് രീതിയുണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടില്ല. അപ്പോൾ അത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഫുഡ് ഇഷ്ടം നമ്മൾ അറിയാണ്ടൊക്കെ ചിലർ നല്ല വാവുന്നതൊക്കെ പറഞ്ഞിട്ട് അവർ ആ ഒരു സിഗ്നലിലാണ് ഒരു യൂറോപ്യൻ സ്റ്റാൻഡേർഡിൽ ടേബിൾ എത്തിക്സ് എന്ന് പറയുന്ന സാധനമുണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ. അപ്പോൾ അതിനകത്ത് നൈഫും ഫോക്കും കഴിച്ചിട്ട് വെക്കുന്നതും റെസ്റ്റിനൊക്കെ ഓരോ സിഗ്നലുണ്ട്. നമ്മൾ അറിയാണ്ടത് നമ്മൾ ചെയ്തു പോകും. അതുപോലെ ഈ പറഞ്ഞ അതിനെ വെച്ചിട്ടായിരിക്കും ഇങ്ങോട്ട് മടക്കി ഇഷ്ടപ്പെട്ടില്ല അങ്ങോട്ട് മടക്കി ഇഷ്ടപ്പെട്ടു. ടേബിൾ മാനേഴ്സ് പറഞ്ഞു, അതായത് സ്പൂണും ഫോർക്കും. ഇപ്പോൾ ഫോർക്ക് ഈ ഇതിൽ ഉപയോഗിക്കണം, നൈഫ് ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കണം എന്ന് പറയും. അങ്ങനെ ഉപയോഗിച്ചിട്ട് അത് പിന്നെ അത് വെക്കുന്നതിനുണ്ട്. ഇനിയും കഴിക്കാൻ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ വെക്കുന്നതുണ്ട്. ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഭക്ഷണം ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ക്രോസ് ആയിട്ട് വെച്ച് ചെയ്യും. ടേബിൾ മാനേഴ്സും ടേബിൾ എത്തിക്സിനെ കുറിച്ചാണ് പറഞ്ഞത്. നമുക്കുണ്ട്. ഞാൻ പറഞ്ഞുതരാം. ഞാൻ ശ്രദ്ധിച്ചേക്കണം. ഇപ്പം ഞാൻ ചെറിയ പ്രായത്തിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കഴിക്കുന്ന കൈ കൊണ്ട് ഈ കൈ വെച്ചിട്ട് ഒരു സ്പൂൺ എടുത്തൊരു സാധനം ഇട്ടായി ഇവിടെ കയ്യിൽ വെച്ച് അടിയാ. അതാ ടേബിൾ മാനർ അല്ലേ? അതായത് വേറൊരാൾ കഴിക്കേണ്ട ഭക്ഷണമാണ്. നീ കഴിച്ച കൈ കൊണ്ട് ആ സ്പൂൺ എടുക്കാൻ പാടില്ല. ഞാൻ എപ്പോഴും ചോദിക്കും അതിനേക്കാൾ വലിയ ടേബിൾ മാനർ ഏതാ? നമ്മുടെ പ്ലേറ്റിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, പക്ഷെ വേറൊരാൾ കൂടി കഴിച്ചുകൊണ്ടിരിക്കുന്ന സംഭവം ഒരുപാട് പേര് ഇപ്പോഴും ഈ കഴിച്ചുകൊണ്ടിരിക്കുന്ന കൈ വെച്ച് തന്നെ കഴിയും. അപ്പോൾ ഞാനപ്പോൾ അടിക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഞാൻ ഓർപ്പിക്കാം അമ്മ പണ്ട് അടിച്ചിട്ടുള്ള കാര്യം. ചെറിയ പ്രായത്തിൽ ഇവിടെ ഇട്ട് അടി തരും ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട്. ചെറുപ്പത്തിലേ നമ്മളെയൊക്കെ പല ടേബിൾ മാനറും പല രീതിയിലും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളൊക്കെ ശീലിച്ച് അതൊക്കെ നമുക്ക് ട്രഡീഷണലായിട്ട് കിട്ടുന്ന കാര്യമാണ്. ഇപ്പം എല്ലാവരും കഴിച്ചോ നോക്കും, കൂടെയുള്ളവരെല്ലാം കഴിച്ചോ നോക്കും, എല്ലാവരും കഴിച്ചോ നോക്കും, ഉറപ്പ് വരുത്തിയിട്ടേ കഴിക്കുകയുള്ളൂ. പിന്നെ എപ്പോഴും ഭക്ഷണത്തിൻ്റെ മുമ്പിൽ ചെന്നിരുന്നു. ചിലപ്പോൾ ഒരുപാട് വലിയ കുടുംബത്തിലൊക്കെ ഉണ്ടായിരുന്നുകൊണ്ടായിരിക്കും, ഒരുപാട് നമ്പറുള്ള കുടുംബത്തിലായിരിക്കും. ഇനി എത്ര പേര് കഴിക്കാണ്ടെന്ന് ചോദിക്കും. അപ്പോൾ 2-3 പേര് കഴിക്കാണ്ടെന്ന് പറയും. അപ്പോൾ ആ 2-3 പേരെ നമുക്കറിയാമല്ലോ, അവർക്ക് ഇഷ്ടമുള്ള സാധനം നമുക്കറിയാം. അതൊന്നും നമ്മൾ കുറച്ചേ എടുക്കുകയുള്ളൂ. അതിൽ ഒരാൾക്ക് ചിലപ്പോൾ ഒരു എണ്ണം ഇഷ്ടമായിരിക്കും, മറ്റേ ആൾക്ക് മറ്റേ ഇഷ്ടം. നമ്മളൊക്കെ ഈ ഒരുപാട് നമ്പറുള്ള കുടുംബത്തിൽ ജീവിച്ചപ്പോൾ നമ്മൾ അറിയാതെ പഠിച്ചുപോയ സംഭവം ഇനി എത്ര പേര് ബാക്കിയുണ്ട്? സാധാരണ അമ്മമാരാണ് ഈ ത്യാഗമൊക്കെ ചെയ്യുക. അമ്മമാരായാലും ആ ഫാമിലിക്ക് മൊത്തം അറിയാം. അല്ല, അമ്മമാരാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അമ്മമാർ നമ്മളെ പഠിപ്പിച്ച സംഭവമല്ലേ ഇത്. ഇനി ഏറ്റവും അവസാനമേ അമ്മ കഴിക്കുള്ളൂ, എല്ലാവരും കഴിച്ചതിൻ്റെ കഴിക്കുള്ളൂ. അപ്പം നമ്മൾ അത് നമുക്ക് പറ്റത്തില്ല. നമ്മൾ കൂടെയുള്ള എല്ലാവരും കഴിക്കുന്നുണ്ടോ എന്ന് 100%
നമ്മൾ ഉറപ്പുവരുത്തും. ഒരു ചായ കഴിക്കുന്നുണ്ടെങ്കിൽ പോലും കൂടെയുള്ള എല്ലാവരും ചായ കഴിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തും. അത് എനിക്ക് പറയാനുള്ളത് നമ്മുടെ അത് അതിഥി ദേവോ ഭവ എന്ന് പറഞ്ഞ ആ ഒരു സംഭവത്തിൻ്റെ ഒരു ബാക്കിയായിട്ട് നമ്മുടെ എല്ലാവരും ഒരു മലയാളിക്ക് പ്രതിവേ ഉള്ളതാണ് ആ ഹോസ്പിറ്റാലിറ്റി. ഞാനൊരു റെസ്റ്റോറൻറ്റ് ഹോസ്പിറ്റാലിറ്റി മേഖലയിൽ ഉണ്ടായിട്ട് നമ്മളൊക്കെ പല രാജ്യങ്ങളിൽ പോകുമ്പോൾ ആളുകൾ പറയും മലയാളികൾ മാത്രമാണ് ഒരു കാരണമില്ലാതെ ഒരാളെ നോക്കി ചിരിക്കുന്നത്. മറ്റുള്ള രാജ്യത്ത് ഇപ്പോൾ യൂറോപ്പിലൊക്കെ പോയാൽ അങ്ങോട്ട് നിങ്ങൾ ചിരിച്ച നിങ്ങൾ എന്തിനാണ് എന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമാണ് അല്ലേ, ഒരാൾ ചുമ്മാ ചിരിച്ചാൽ അയാൾക്ക് എന്തെങ്കിലും മാനസിക വിഭ്രാന്തി ഉള്ള ഒരാളെന്നാണ് രീതിയിലാണ് കാണുന്നത്. ഇപ്പോൾ മലയാളികൾ ഒരാളെ കണ്ടാൽ വെറുതെ ചിരിക്കാൻ റെഡിയാണ്, ഒരു ഹലോ പറയാൻ റെഡിയാണ്. വീട്ടിൽ വന്നാൽ ആദ്യം വെള്ളം കൊടുക്കേണ്ട ഒരാൾക്ക് ചായയും കോഫിയാണ് ഓർഡർ ഫ്രീ. ഓക്കെ, ഇപ്പോൾ അയാൾക്ക് വേണമെങ്കിൽ ഉമ്മറത്ത് വന്നിട്ട് ജസ്റ്റ് ഗ്ലാസ് ഓഫ് വാട്ടർ ഓഫർ ചെയ്യേണ്ട സ്ഥലത്ത് വെള്ളം കൊടുക്കുന്നതിന് പകരം ചായയാണോ കാപ്പിയാണോ വേണം ചോദിക്കും. ഇനി ചായയും കാപ്പിയും കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ഊണ് കഴിച്ചിട്ടേ പോകണം നിർബന്ധിക്കും. ഇനിയിപ്പോൾ ഊണ് കഴിക്കേണ്ട ഒരാളാണെങ്കിൽ ഊണ് കഴിച്ചിട്ട് അവർ പറയുന്നത് ഇന്നിവിടെ കിടന്നിട്ടേ പോകണം എന്ന രീതിയിലുള്ള ഒരു ഹോസ്പിറ്റാലിറ്റി. പണ്ട് പറയുമല്ലോ, പണ്ട് ഇങ്ങനെ തറവാടിൻ്റെയൊക്കെ പുറത്ത് വന്നിട്ട് ഇനി ആരെങ്കിലും അത്താഴ പട്ടിണിക്കാരെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിക്കുക. പല രീതിയിൽ വന്ന കൾച്ചറാണത്. പക്ഷെ അത് ഇങ്ങനെ ഓരോ കാലഘട്ടത്തിൽ ഓരോ 10-20 വർഷം കഴിയുമ്പോൾ ഡൈല്യൂട്ടായിട്ട് വേറെ എന്തൊക്കെയോ രീതിയിൽ മാറുന്നുണ്ട്. പഴയ നമ്മുടെ ചരിത്രത്തിൽ ഭക്ഷണം നേരത്തെ പറഞ്ഞല്ലോ, ഈ ഭക്ഷണം ആളുകൾക്ക് കൊടുക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം. അതെനിക്ക് പറയാനുള്ളത് ഇദ്ദേഹത്തിൻ്റെ ഹോസ്പിറ്റാലിറ്റിയെ കുറിച്ച്. ഇദ്ദേഹത്തിൻ്റെ ഒരു കോമൺ ഒരു ഹരിയേട്ടൻ എന്ന് പറഞ്ഞിട്ട് ബാംഗ്ലൂർ ഒത്തിരി പേരുടെ സുഹൃത്താണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ എപ്പോൾ വേണേലും ഞങ്ങളുടെ റെസ്റ്റോറൻറ്റ്സിലൊക്കെ വരുമ്പോൾ ഇങ്ങനെ കാര്യങ്ങൾ പറയും. ഇദ്ദേഹത്തിൻ്റെ ഓഫീസിൽ പോകുന്ന ആൾക്കാരായാലും അത് ആ ഒരു ഹോസ്പിറ്റാലിറ്റി ഭക്ഷണം കൊടുത്ത് വിടുക, അവരെ തൃപ്തിയാക്കി വിടുക എന്ന് പറയുന്നത് അത് എത്രയോ നാളായിട്ട് പാലിക്കുന്ന ഒരു മനുഷ്യനാണ്. എനിക്കത് ഞാൻ പലയിടത്തും കേട്ടിട്ടുള്ളൊരു കഥയാണ്. അപ്പോൾ അതൊരു തൃപ്തി എന്ന് പറഞ്ഞാൽ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ, ഭയങ്കര സന്തോഷമാണ് നമുക്ക്. പിന്നെ ഒരാൾ കഴിക്കാതെ പോയി എന്ന് പറഞ്ഞ് ഒരാൾ നമ്മൾ കഴിക്കുകയാണ്, ഒരാൾ അവിടെ കഴിക്കാതെ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്നൊരു ഭയങ്കരമായൊരു ടെൻഷനും കാര്യം വരും. ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ഒരിക്കലും എപ്പോഴും നമ്മൾ കൂടെ നടക്കുന്നവരോട് എല്ലാവരോടും ഇത് ചെയ്തുകൊണ്ടിരിക്കണം, കഴിച്ചിരിക്കണം. അത് നമ്മൾ എല്ലാവരും അത് ചെയ്യണം, നന്നായിരിക്കും. നമുക്കൊരു ഇല്ലെങ്കിൽ നമുക്ക് ഭയങ്കര വിഷമവും. നമ്മുടെ സദ്യ ഇതിപ്പോ എവിടത്തെ സദ്യയാണത്? ഇതൊരു മിക്സാണ്. ഇതേ പരിപ്പും നെയ്യും പപ്പടവും കൂട്ടി ഞങ്ങൾ കഴിച്ച് തുടങ്ങുകയാണ്. അപ്പോൾ തിരുവോണത്തിന് ഇദ്ദേഹത്തിൻ്റെ കൂടെ സ്മൃതി മേഡത്തിനെ കൂടെ കിട്ടി. ഞങ്ങളുടെ റെസ്റ്റോറൻറ്റ്സ് നാളെ ആക്ച്വലി ഓപ്പണിങ്ങിൻ്റെ ഒരു ദിവസം തന്നെ ഇവരെ കൊണ്ടുവരികയും ഒരു ചെറിയൊരു സദ്യയെ കൊടുത്ത് കുറേ കഥകൾ, ഭക്ഷണത്തിൻ്റെ കഥകൾ കേട്ടതാണ്. വേറെ പൊളിറ്റിക്സിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കേൾക്കാമെന്നൊക്കെ പറഞ്ഞ് വിചാരിച്ച് വന്നതെങ്കിലും ഞങ്ങളെയൊക്കെ ഞെട്ടിച്ച് ഞങ്ങൾ രണ്ടുപേർക്കും ഒന്നും മിണ്ടാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എല്ലാ റിപ്പോർട്ടർ ചാനലിലെ മലയാളികളായ എല്ലാ പ്രേക്ഷകർക്കും ഗംഭീരമായ ഒരു ഓണാശംസകൾ ഞങ്ങൾ നേരുകയാണ്. സാറിൻ്റെ വകയായിട്ടുള്ള ഒരു ഓണാശംസകൾ പറയാം. അത് നമ്മൾ സാധാരണ ഞാനും ഈ ഭക്ഷണത്തെക്കുറിച്ച് പറയേണ്ടി വരുമെന്ന് പ്രതീക്ഷിച്ചല്ലേ ഇതിൽ വന്നത്. പക്ഷേ ഭക്ഷണത്തെക്കുറിച്ചാണ് പറഞ്ഞത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭക്ഷണം നമ്മുടെ സംസ്കാരത്തിൻ്റെ കൂടെ ഭാഗമാണ്. ഇപ്പോൾ ഭക്ഷണ കാര്യത്തിൽ മലയാളി എല്ലാവരും അഭിമാനത്തോടു കൂടി പറയുന്ന പേരാണ് ഷെഫ് പിള്ള എന്നുള്ള പേര്. അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു ഓണത്തിൻ്റെ അന്ന് ഉച്ചയ്ക്ക് ഭക്ഷണത്തെക്കുറിച്ച് ഒരുപാട് സംസാരിക്കാൻ അദ്ദേഹം എത്രമാത്രം അറിവാണ് എനിക്ക് ഈ കാര്യത്തെക്കുറിച്ച് ഞങ്ങൾക്കെല്ലാം പകർന്നു തന്നത്. അദ്ദേഹത്തോടൊപ്പം നിന്ന്, അദ്ദേഹത്തിൻ്റെ ലാളിത്യത്തോടൊപ്പം നിന്ന് തന്നെ ഈ തിരുവോണം ആഘോഷിക്കാൻ കഴിഞ്ഞുള്ള സന്തോഷം, അതിന് വേദി ഒരുക്കി തന്ന റിപ്പോർട്ടർ ചാനലിനോടും സ്മൃതിയോടും ദീർഘകാല സുഹൃത്താണ് ഞാൻ പ്രത്യേകമായി നന്ദി പറയുന്നു. റിപ്പോർട്ടർ ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും ഊഷ്മളമായ തിരുവോണ ആശംസകൾ നേരുന്നു. ഞാനൊരു കാര്യം പറയാം. ഞാൻ ഈ ഓണത്തിന് ഭക്ഷണം, നിങ്ങളുടെ ഇഷ്ട ഭക്ഷണം എന്താണെന്നും ഷെഫ് പിള്ളയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കുന്ന കാര്യം അറിയാം, സദ്യയുടെ വിശേഷങ്ങൾ അറിയാം. അപ്പോൾ ഇതൊക്കെ ചോദിച്ചറിയാനാണ് ഞാൻ വന്നത്. അപ്പോൾ ഇവിടെ ഭക്ഷണത്തെക്കുറിച്ചുള്ള ഒരു എന്താ പറയാ, ഒരു നിഘണ്ടു, നമുക്കറിയാത്ത കാര്യങ്ങൾ എത്രയാ. പുറത്തെ ഭക്ഷണവും ഇവിടുത്തെ ഭക്ഷണവും എന്താ ഭക്ഷണത്തിന്റെ എല്ലാ എന്താ പറയാ. ചെക്ക് റിപ്പബ്ലിക്കിലെ പ്രാഗിലെ റെസ്റ്റോറന്റിലെ കുക്ക് ചെയ്ത ഡക്കിന്റെ റെസിപ്പി ഒക്കെ പറയുന്നത് നമ്മൾ ഓണത്തിന് വിചാരിച്ചിട്ട് ഞാൻ വിചാരിച്ചിട്ട് ഇന്ത്യയിലെ വല്ല റെസ്റ്റോറന്റ് പോയി അല്ല വല്ല കോൺഗ്രസിന്റെ പ്രവർത്തനമായിട്ട് ഡൽഹിയിലെ വല്ല കരീംസ് ഒക്കെ പറഞ്ഞ പോലെ ഒക്കെ ആയിരിക്കും. ഇത് ഒരിക്കലും ഈസ്റ്റേൺ യൂറോപ്പിലെയും അവിടുത്തെയൊക്കെ റെസ്റ്റോറന്റിലെ ഡക്കും സ്ലോ കുക്ക് ചെയ്ത ബീഫും മീറ്റിനെ കുറിച്ചൊക്കെ ഇന്ന് പറഞ്ഞ് നമുക്ക് ഞെട്ടിക്കുമെന്ന് വിചാരിച്ചതേ ഇല്ല. സോ ഫൈനലി ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു അവസരം തന്ന റിപ്പോർട്ടർ നമ്മുടെ പ്രേക്ഷകർക്ക് നിങ്ങളുടെ ഓണാശംസ. ഞാൻ ആഗ്രഹിച്ചതിലും വളരെ ഗംഭീരമായിട്ട് രണ്ടുപേരും ഭക്ഷണത്തെക്കുറിച്ച് വാചാലരായി. പ്രേക്ഷകർക്ക് നല്ല സന്തോഷമായിട്ടുണ്ട്. കാരണം ഓരോന്നുണ്ടാക്കണ വിധവും കഴിച്ച ഭക്ഷണങ്ങളെക്കുറിച്ചും കുറേ ആൾക്കാർക്ക് അത് എന്താ പറയുക, അവരെ ചെറുപ്പത്തിൽ കഴിച്ച കാര്യങ്ങളൊക്കെ ആയിരിക്കും. സാർ ഇപ്പോൾ ചെറുപ്പത്തിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കേൾക്കാൻ പറ്റിയ വലിയ സന്തോഷത്തിൻ്റെ കാര്യമാണ്. എല്ലാവർക്കും ഹാപ്പി ഓണം. താങ്ക് യു. ഞങ്ങൾ ഒരുമിച്ച് ഒരു പപ്പടം ഇട്ട് പൊട്ടിക്കാൻ പോവാണ്. പറയുന്നത് പപ്പടം പൊട്ടിക്കാൻ. താങ്ക് യു. ഹാപ്പി ഓണം.